നമസ്കാരം. ടെങ്യാവോ തന്റെ ഇടതുവശത്തും വലതുവശത്തുമായി ആ 4 പേരെ അവതരിപ്പിച്ചപ്പോൾ ആ എൻ്റെ സദസ്സും ആ ആളുകളെ അങ്ങനെ സൂക്ഷിച്ചു നോക്കുകയാണ്. അതിൽ ഏറ്റവും ഇടതുവശത്തേക്കുന്ന ആള് 203 റാങ്കുകാരനാണ്. തുടർന്ന് 194-ഉം 185-ഉം 178-ഉം റാങ്കുകാരാണ് അങ്ങനെ നിൽക്കുന്നത്. ഹക്സിയുടെ ആ ഗ്രാൻഡ് മാസ്റ്റേഴ്സിന്റെ ലിസ്റ്റിൽ അത്രയും ഉയർന്ന റാങ്കുള്ള 4 പേര് അങ്ങനെ നിരന്നു നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആരും ഒന്ന് ഭയന്നു പോകും. ആ 4 പേർക്ക് പുറമെ നീലിനെ വളഞ്ഞുകൊണ്ട് വേറൊരു 20 പേര് കൂടിയുണ്ട്. ആ 20 പേര് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ലിസ്റ്റിലേക്ക് കടന്നിട്ടുള്ള ആളുകളാണെന്ന് ചോദിച്ചാൽ ആണെന്നും അല്ലെന്നും പറയാൻ കഴിയുന്ന ആളുകളാണ്. പക്ഷേ ആ 4 സംഘം അവര് 178 റാങ്ക് മുതൽ 203 റാങ്ക് വരെ ഉള്ളവരാണ്. അതിശക്തരാണ് ആ 4 ആളുകളും. നീൽ ഇതുവരെ നേരിട്ട ഏതൊരാളെക്കാളും ശക്തരാണ് ആ 4 സംഘം. ആ 4 പേരും അങ്ങനെ നീലിന്റെ മുന്നിലേക്ക് അങ്ങനെ നിവർന്നു നിന്നതും ടാങ്യാവോ നീലിനോട് ചോദിച്ചു, എനിക്ക് ശരിക്കും അറിയാൻ വയ്യഞ്ഞിട്ട് ഞാൻ നിന്നോട് ചോദിച്ചു പോവുകയാണ്, നിനക്ക് ഇതിനു വേണ്ടിയുള്ള ആത്മവിശ്വാസം എവിടെന്നാ കിട്ടിയത്? ആ ചോദ്യത്തിന് ഉത്തരം പറയാതെ നീല് ആ 4 സംഘത്തെ അങ്ങനെ സൂക്ഷിച്ചു നോക്കുമ്പോൾ അവരുടെ ഇടയിലേക്ക് സാക്ഷാൽ ഹൂ യാനിമ പെട്ടെന്നാണ് കയറി വരുന്നത്. ഹൂ യാനിമയ്ക്കൊപ്പം അവളുടെ ഫാമിലി ഹെഡുമുണ്ട്. അവർ രണ്ടുപേരും കൂടി നീലിനും ടാങ് ആവോയ്ക്കും ഇടയിലേക്ക് അങ്ങ് കയറിയിരിക്കുകയാണ്. പ്രസിഡന്റ് ടാങ് ആവോ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. പെട്ടെന്ന് ആ പെൺകുട്ടിയെ അങ്ങനെ കയറി പറഞ്ഞതും സകലരുടെ ശ്രദ്ധ ഹൂ യാനിമയിലേക്ക് വന്നു. യാനിമ പ്രസിഡന്റ് ടാങ് ആവോയോട് പറഞ്ഞു, എനിക്ക് ഈ നീലിനെ ആവശ്യമുണ്ട്, ഞാൻ നീലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പോവുകയാണ്. അതുവരെ ഉണ്ടായിരുന്ന ആ സദസ്സിലെ സകല ചിന്തകളെയും മാറ്റിമറിക്കുന്ന ശൈലിയിലുള്ള ഒരു ഡയലോഗാണ് ഹൂ യാനിമയുടെ ഭാഗത്തു നിന്നുണ്ടായത്. മാർഷൽ ആർട്സ് അസോസിയേഷന്റെ പ്രസിഡന്റായ ടാങ് ആവോയുടെ മകനെ കൊന്ന കക്ഷിയാണ് നീൽഗ്രി. ആ നീൽഗ്രിയെ ഇതാ ഹൂ കുടുംബത്തിന്റെ യാനിമ സംരക്ഷിക്കാൻ പോവുകയാണെന്നാണ് പറയുന്നത്. അത് തികച്ചും ഒരു അമ്പരപ്പ് പ്രസിഡന്റ് ടാങ് ആവോയിൽ ഉണ്ടാക്കിയെന്ന് അയാളുടെ മുഖഭാവം വിളിച്ചു പറയുകയാണ്. ടാങ് ആവോ യാനിമയോട് ചോദിച്ചു, മിസ് യാനിമ, എന്താ അങ്ങനെ പറയാൻ കാര്യം? പ്രസിഡന്റ് ടാങ് ആവോ, നീലിന്റെ കയ്യിൽ ഞങ്ങൾക്ക് ആവശ്യമുള്ള ഒരു കാര്യമുണ്ട്, അതുകൊണ്ട് നീലിനെ ഞങ്ങൾക്ക് വേണം. ഞാൻ കരുതുന്നത് എൻ്റെ ആ ആവശ്യം താങ്കള് അംഗീകരിക്കുന്നതാണ്. അങ്ങനെ യാനിമ പറഞ്ഞപ്പോ ആ പറച്ചിൽ ഒരു സാധാരണ സെന്റൻസ് ആയി തോന്നുമെങ്കിലും ആ പറച്ചിലിന്റെ ഉള്ളിൽ ലേശൊരു ഭീഷണി അത് ആളുകൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ടാങ് ആവോ ഹൂ കുടുംബത്തിന്റെ ആ ആവശ്യം നിരസിച്ചാൽ സ്വാഭാവികമായിട്ടും ഹൂ കുടുംബം ടാങ് ആവോയ്ക്ക് നേരെ തിരിയും. ടാങ് ആവോ അതിശക്തനാണ്, മാർഷൽ ആർട്സ് അസോസിയേഷന്റെ പ്രസിഡന്റാണ്. കാര്യങ്ങളൊക്കെ ശരിയാണെങ്കിലും ആ കാര്യങ്ങളൊക്കെ ഇവിടെ ഈ ടിയാങ്നൻ പ്രോവിൻസുമായി കണക്റ്റഡായി മാത്രം നിലനിൽക്കുന്ന കാര്യമാണ്. ഹൂ കുടുംബം അതല്ല. ഹൂ കുടുംബം ഈ ഹക്സിയിൽ ഒരുപാട് മാർഷൽ ആർട്ടിസ്റ്റുകൾക്ക് ആയുധങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നവരാണ്. അവരുടെ ക്ലയൻസ് ആയിട്ട് അതിശക്തരായ യോദ്ധാക്കളുണ്ട്. ആ കാര്യം അവിടെ ഇരിക്കുന്ന മിക്കവാറും എല്ലാ ആളുകൾക്കും അറിയാം. അവർ പലരും മാർഷൽ ആർട്സുമായി ബന്ധമുള്ളവരാണ്. മാർഷൽ ആർട്സുമായി ബന്ധമുള്ള ആളുകൾക്ക് ഹൂ കുടുംബത്തെ പിണക്കാൻ കഴിയില്ല. ഹൂ കുടുംബത്തിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്ന ആളുകളിൽ ചിലപ്പോൾ 100-ൽ താഴെ റാങ്കിൽ ഉള്ള ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ഉണ്ടാവും. എല്ലാവർക്കും ഒരു കാര്യം അറിയാം, 20-ാം റാങ്കുകാരൻ ഹൂ കുടുംബവുമായി കണക്റ്റാണ്. ആ ആളെങ്ങാനും ടാങ് ആവോയ്ക്ക് എതിരെ ഇറങ്ങിയാൽ പിന്നെ ടാങ് ആവോ ഉണ്ടാകില്ല. പലതരം ചിന്തകളും ചർച്ചകളും ഒക്കെ പെട്ടെന്ന് ആളുകളുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ ഒന്നും മിണ്ടാനാകാതെ ടാങ് ആവോ അവിടെ നിശബ്ദനായി നിൽക്കുന്ന ആ സമയത്ത് യാനിമ നീലിന് നേരെ തിരിഞ്ഞു. നീൽ, എനിക്കിപ്പോ ഇത്രയും ചെയ്യാൻ പറ്റും. ഞാൻ നിന്നെ സഹായിച്ചതിന്റെ പ്രതിഫലം എന്ന നിലയിൽ ഞാൻ ആവശ്യപ്പെട്ടത് എനിക്ക് നൽകണം. നീലിന്റെ കൈവശമുള്ള എന്തോ ഒരു കാര്യത്തിന് വേണ്ടി നീലിനെ അവളിതാ സംരക്ഷിക്കുകയാണ്. സ്വാഭാവികമായിട്ട് ബ്രൗൺ കുടുംബത്തിലെ ഫെലിസ് ബ്രൗണിനും ഗാരി ബ്രൗണിനും ആ ഹൂ കുടുംബത്തിന്റെ ആ ഇടപെടൽ ശരിക്കും ഇഷ്ടമായി. നീലിനെ രക്ഷിക്കാൻ ഒരു മാർഗവുമില്ലല്ലോ എന്ന് അവർ ആലോചിക്കുമ്പോഴാണ് ഹൂ കുടുംബത്തിലെ ആ യാനിമ ഇതാ ഇടപെട്ടിരിക്കുന്നത്. എല്ലാവരുടെ മുഖത്തും ഒരു സമ്മിശ്ര ഭാവമുള്ള ആ സമയത്ത് നീല് യാനിമയോട് പറഞ്ഞു, ഹേയ്, എനിക്ക് നിങ്ങളുടെ സഹായം വേണ്ട. യാനിമയോട് നീല് തനിക്ക് സഹായം വേണ്ട എന്ന് പറഞ്ഞ ആ നിമിഷത്തിൽ ആ ഹാളിനകത്തുള്ള മുഴുവൻ ആളുകളുടെയും മുഖത്ത് വല്ലാത്തൊരു ഞെട്ടല് നമുക്ക് കാണാം. ചിലരൊക്കെ അറിയാതെ വാ പൊളിച്ചു പോവുകയാണ്. ചിലരൊക്കെ കണ്ണിങ്ങനെ തെറിച്ചു വരികയാണ്. കൊല്ലപ്പെടാൻ പോയ ഒരാള് അയാൾക്ക് ലഭിച്ചിരിക്കുന്ന ആ രക്ഷപ്പെടാനുള്ള അവസരത്തെ ഇതാ വേണ്ടാന്ന് വെക്കുകയാണ്. ഏയ് നീൽ, ഞാൻ നിന്റെ ജീവൻ രക്ഷിക്കാൻ നോക്ക്. യാനിമ, എനിക്ക് നിങ്ങളുടെ സഹായം വേണ്ട. അത് മാത്രമല്ല, നിങ്ങളുടെ സഹായം എനിക്കത്ര ഉപയോഗമുള്ള കാര്യവുമല്ല. നിങ്ങൾ എന്റെ വിഷയത്തിൽ ഇടപെടാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അതൊരു വാണിംഗ് ആണ്. നീലിനെ രക്ഷിക്കാൻ ചെന്ന യാനിമയോട് നീൽ അങ്ങനെ പറഞ്ഞപ്പോ
യാനിമയുടെ കൂടെയുള്ള ആ ഫാമിലി ഹെഡിന്റെ മുഖത്ത് ദേഷ്യം ഇങ്ങനെ ഇരച്ചു കയറുകയാണ്. ശരിക്കും അയാൾ മുന്നോട്ട് ഒന്ന് മൂവ് ചെയ്യാൻ പോയതും യാനിമ ആ ഫാമിലി ഹെഡിനെ തടുത്തു. എന്നിട്ട് അദ്ദേഹത്തോടായി യാനിമ പറഞ്ഞു, നമുക്ക് ചില കാര്യങ്ങളിൽ ഒന്ന് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞിട്ട് യാനിമ ഫാമിലി ഹെഡുമായി അവൾ ഇരുന്ന ആ ടേബിളിലേക്ക് മടങ്ങിയെത്തി അവൾ ഫാമിലി ഹെഡിനോട് പറഞ്ഞു, അവന്റെ മരണം ചോദിച്ചു വാങ്ങുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹൂ കുടുംബം വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള കുടുംബമാണ്. വലിയ വലിയ മാർഷൽ ആർട്ടിസ്റ്റ് കുടുംബങ്ങൾക്ക് ആയുധങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് കൊണ്ട് അവർക്ക് ഏത് കുടുംബത്തിന് വേണമെങ്കിലും സപ്പോർട്ട് തേടാൻ പറ്റും. അത്തരത്തിലുള്ള ഹൂ കുടുംബം തനിക്ക് ഒന്നുമല്ല എന്ന് നീല് വളരെ പരുഷമായി അതും ഓപ്പണായി അങ്ങനെ വിളിച്ചു പറയുമെന്ന് ഒരിക്കലും യാനിമ കരുതിയിരുന്നില്ല എന്നതാണ് സത്യം. പക്ഷെ ഈ സമയത്ത് ചാങ് ആവോയുടെ കണ്ണുകളിൽ വല്ലാത്തൊരു പുഞ്ചിരി ഉണ്ടാവുകയാണ്. ശരിക്കും അയാൾക്ക് സന്തോഷം കൊണ്ട് ഇരിക്കപ്പുറത്തില്ല എന്ന് പറയാം. അയാൾ ചിരിച്ചുകൊണ്ട് നീലിനോട് ചോദിച്ചു, നീൽ, ശരിക്കും എനിക്കങ്ങോട്ട് മനസ്സിലാകുന്നില്ല, നീ സത്യമായും കരുതുന്നുണ്ടോ എന്നെ തോൽപ്പിക്കാമെന്നും എന്നെ കൊല്ലാമെന്നും? അങ്ങനെ അയാൾ ചോദിച്ചപ്പോ നീല് ഒന്ന് പുഞ്ചിരിച്ചു. നീലിന്റെ പുഞ്ചിരിക്കുന്ന മുഖത്തേക്ക് ഒന്ന് നോക്കിയിട്ട് ചാങ് ആവോ നീലിനോട് പറഞ്ഞു, നീൽ, ഒരു കാര്യം കൂടി നിന്റെ അറിവിലേക്ക് വേണ്ടി ഞാൻ പറയാം. യഥാർത്ഥത്തിൽ ഹക്സിയുടെ ഗ്രാൻഡ് മാസ്റ്റേഴ്സിന്റെ റാങ്ക് ലിസ്റ്റിൽ എന്റെ റാങ്ക് 189 അല്ല, ഞാൻ 147 റാങ്കുകാരനാണ്. 147 റാങ്കുകാരനാണ് ചാങ് ആവൂന്ന് കേട്ടപ്പോ അവിടെ ആ ഹാളിനകത്ത് ഒരു വലിയ ആരവം ഉണ്ടാവുകയാണ്. 147 റാങ്കുകാരനെയൊക്കെ ജീവനോടെ നേരിൽ കാണാൻ കഴിയുന്നത് വല്ലപ്പോഴും മാത്രമാണ്. അതിശക്തനാണ് 147 റാങ്കുകാരൻ. ഒരു റാങ്കിന്റെ മാറ്റം പോലും ശക്തിയിൽ വൻ വർധനവ് വരുത്തും. അത് അവിടെ ഇരിക്കുന്ന മാർഷൽ ആർട്ടിസ്റ്റുകൾക്ക് അറിയാം. ചാങ് ആവോ അത് പറഞ്ഞതും സകല മാർഷൽ ആർട്ടിസ്റ്റുകൾ കൈയടിക്കുകയാണ്. ശരിക്കും അതൊരു വലിയ അച്ചീവ്മെന്റ് ആണ്. സകലുടെയും കൈയടി ചാങ് ആവോ ആസ്വദിക്കുന്നു എന്ന് വ്യക്തം. ആ കൈയടി ഒന്ന് നിലച്ചതും ചാങ് ആവോ അയാളുടെ ഇടതും വലം നിൽക്കുന്ന ആ മാർഷൽ ആർട്ടിസ്റ്റുകളോട് പറഞ്ഞു, അറ്റാക്ക്! കേൾക്കേണ്ട താമസം ആ 4 ടീം മുന്നോട്ട് കുതിച്ചു. ആ 4 പേരും മുന്നോട്ട് കുതിക്കുന്ന അതേ സമയത്ത് നീലും മുന്നോട്ട് കുതിച്ചു കഴിഞ്ഞു. നീല് മുന്നോട്ട് കുതിക്കുമ്പോൾ ആ നിമിഷത്തിൽ നീലിന്റെ ബോഡിയിൽ ഒരു ടെക്നിക്ക് ആക്ടിവേറ്റഡ് ആവും. ആ ടെക്നിക്കിനെ നീല് വിളിക്കുക അഷ്വർ ഫാൻറ്റം ടെക്നിക്ക് എന്നാണ്. ശരിക്കും ആ ടെക്നിക്ക് ആക്ടിവേറ്റഡ് ആവുമ്പോൾ നീലിന്റെ വേഗത അങ്ങ് വർദ്ധിക്കും. നീലിന്റെ മാസ്റ്റർ നീലിനെ ആദ്യം പഠിപ്പിച്ച ടെക്നിക്കുകളിൽ ഒന്ന് അതാണ്. മറ്റ് യോദ്ധാക്കൾക്ക് സങ്കല്പിക്കാനാവാത്തൊരു വേഗത ആ ടെക്നിക്ക് നീലിന് നൽകുന്നുണ്ട്. നീല് മുന്നോട്ട് കുതിച്ചപ്പോ നീലിന്റെ മുന്നിലേക്ക് കുതിച്ച ആ ഗ്രാൻഡ് മാസ്റ്റേഴ്സും ഞെട്ടിയത് അങ്ങനെയാണ്. അവർ വിചാരിക്കാത്ത വേഗതയിൽ നീല് അവരുടെ മുന്നിലേക്ക് കുതിച്ചു കയറിയായിരുന്നു. നീല് അവരുടെ മുന്നിലേക്ക് പെട്ടെന്ന് കുതിച്ചു വന്നപ്പോ ഏറ്റവും മുന്നിലുണ്ടായിരുന്ന ആളുടെ കൈ നീല് നേരെ പാഞ്ഞു വരികയായിരുന്നു. ശരിക്കും നീലിനെ ഒറ്റയിടിക്ക് തകർക്കാനുള്ള കരുത്തുള്ള വ്യക്തിയാണ് ആ കഥാപാത്രം. ആ 203 റാങ്കുകാരൻ മുന്നോട്ട് കുതിച്ച് ഒരൊറ്റ ഇടി ഇടിക്കുമ്പോഴേക്കാണ് നീല് അങ്ങ് മാറുന്നത്. നീലിന്റെ ബോഡിയിൽ തൊട്ടില്ലെന്ന ശൈലിയിൽ ആ കൈ അങ്ങ് കടന്നുപോയി. അയാളുടെ കൈയുടെ തൊട്ട് മുന്നിൽ നീലുണ്ടായിരുന്നു. നീലിനെ നോക്കിയാണ് അയാൾ ആഞ്ഞിടിച്ചത്. പക്ഷെ ആ ഇടി നീലിന്റെ പുറത്ത് തൊടുന്നതിന് മുമ്പ് നീലങ്ങ് മാറി. നീലിന്റെ അൺബിലീവബിൾ ആയിട്ടുള്ള ആ ഒഴിഞ്ഞു മാറ്റം അയാൾക്ക് ഞെട്ടലുണ്ടാക്കുമ്പോൾ അയാളുടെ തൊട്ട് പുറകുന്ന അയാളുടെ ശബ്ദം കേട്ടു. ഇവിടെ തൊട്ട് പുറകുന്നുള്ള ശബ്ദം കേട്ടതും അയാൾ ഞെട്ടി തിരിഞ്ഞ് നോക്കുമ്പോൾ ആ പുറകുന്ന നീല് പെട്ടെന്ന് നടന്നങ്ങ് മാറി. ഇതിനിടയിൽ ഒരു ഭയം അയാളുടെ കാലിൽ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ ഇരച്ച് കയറുകയും ചെയ്തു. ഭയന്നു പോയ അയാൾ ഒന്ന് തിരിയുമ്പോൾ നീലിന്റെ ചുരുട്ടി പിടിച്ച ആ വലത് കൈ അയാളുടെ നെഞ്ചിലേക്ക് പാഞ്ഞു കയറുകയാണ്. ഒരൊറ്റ ഇടി. ശരിക്കും അയാള് മുന്നിൽ നിന്ന് പുറകിലോട്ട് നോക്കി തിരിഞ്ഞതേ ഉള്ളൂ. ആ സമയത്താണ് അയാളുടെ നെഞ്ചിൽ ഇടി പതിക്കുന്നത്. ശരിക്കും വലിയൊരു കൂട കൊണ്ട് ആരോ അയാളുടെ നെഞ്ചിലേക്ക് ആഞ്ഞടിച്ചതുപോലെയാണ് ആ ഇടിയേറ്റപ്പോൾ അയാൾക്ക് തോന്നിയത്. പക്ഷെ അയാളുടെ വലതു ഭാഗത്ത് ആ സമയത്ത് എത്തിയ അയാളുടെ കൂട്ടാളി വളരെ വ്യക്തമായും ആ കാഴ്ച കണ്ടു. ആ ഗ്രാൻഡ് മാസ്റ്ററുടെ നെഞ്ചും കൂട് അകത്തേക്ക് അങ്ങ് വളഞ്ഞിരിക്കുകയാണ്. ഒരു കമ്പിയിൽ ആഞ്ഞിടിക്കുമ്പോൾ ആ കമ്പി അങ്ങ് വളയുന്ന പോലെ ആ ഗ്രാൻഡ് മാസ്റ്ററുടെ ബോഡി അകത്തേക്ക് അങ്ങനെ വളഞ്ഞിരിക്കുകയാണ്. പോലെ ആ ബോഡി അങ്ങ് വളഞ്ഞു. ഒരു വല്ലാത്ത ഗ്യാപ്പ് ആ നെഞ്ചിന്റെ ഭാഗത്ത് ഉണ്ടായെന്ന അർത്ഥം. ഈ രംഗം ആ ഹാളിനകത്തുണ്ടായിരുന്ന എല്ലാ ആളുകളും കാണുകയാണ്. ശരിക്കും അവർക്ക് അവരുടെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു രംഗമാണ് അവർ കണ്ടത്. പക്ഷെ ആ നിമിഷത്തിൽ മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു. നീലിന്റെ വലത് ഭാഗത്തെത്തിയ ആളിന്റെ കവിള് ലക്ഷ്യമാക്കി നീലിന്റെ കൈ ഒന്ന് പതിക്കുന്നതാണ് ആളുകൾ കണ്ടത്. തന്റെ കൂട്ടാളിയുടെ നെഞ്ചും കൂട് അങ്ങനെ അകത്തേക്ക് വളഞ്ഞ ആ കാഴ്ച കണ്ട് വാ പൊളിച്ച് ആ കാഴ്ചയിലേക്ക് നോക്കിയ ഗ്രാൻഡ് മാസ്റ്റർ പെട്ടെന്നാണ് അയാളുടെ കവളത്ത് ഒരു കൈ പതിച്ചത് അനുഭവിക്കുന്നത്. അടിയേറ്റ് അയാളുടെ തല പെട്ടെന്ന് അങ്ങ് തിരിഞ്ഞു പോവുകയാണ്. ഇത് രണ്ടും അതിവേഗത്തിലാണ് സംഭവിച്ചത്. മുന്നിൽ നിൽക്കുന്ന ഒരുത്തന്റെ നെഞ്ചിലേക്ക് ആഞ്ഞിടിച്ച നീല് അടുത്ത നിമിഷത്തിൽ തിരിഞ്ഞ് തൊട്ടടുത്തെത്തിയവന്റെ
കവിളിൽ ഒന്ന് പറ്റിച്ചതാണ്. രണ്ട് ബോഡിയും ഇപ്പോ അന്തരീക്ഷത്തിലാണ്. ഒരാളുടെ ബോഡി അകത്തേക്ക് ഇങ്ങനെ വളർത്തിരിക്കുകയാണ്, മറ്റേ തറയിൽ ഇങ്ങനെ പൊങ്ങി കവിള് ഒരു വല്ലാത്ത രീതിയിൽ പൊട്ടി അന്തരീക്ഷത്തിലങ്ങ് നിൽക്കുമ്പോൾ നീല് ഒന്ന് ചാടി ഉയർന്ന് രണ്ട് കൈയും ആ രണ്ട് ബോഡികളിലായി പിടിച്ചിട്ട് ഒരച്ചയാടി. നീല് താഴെ എത്തുന്നതിന് മുമ്പ് ആ രണ്ട് ബോഡിയും താഴെ എത്തിയെന്നർത്ഥം. ടപ് ടപ് എന്ന ശബ്ദത്തോടുകൂടി ആ രണ്ട് ബോഡി പൊട്ടുമ്പോൾ നീലിന്റെ അടുത്തേക്ക് ഓടി വരികയായിരുന്ന ബാക്കി രണ്ട് ഗ്രാൻഡ് മാസ്റ്റേഴ്സും അറിയാതെ സഡൻ ബ്രേക്ക് ഇട്ട പോലെ നിന്നു പോവുകയാണ്. അവർക്കിപ്പോ ആ കാഴ്ച കാണാം. തറയിൽ നിന്ന് രണ്ടാളുകളുടെ രക്തവും മാംസവും എല്ലും ഒക്കെ ചിതറി തെറിക്കുന്ന ആ രംഗമാണ് അവർ കാണുന്നത്. ഒരുപാട് അതിഥികൾ അവിടെയുള്ള ടേബിളുകൾക്ക് ചുറ്റും ഇരിക്കുകയാണ്. അവരൊക്കെ ശരിക്കും ഞെട്ടിപ്പോയ ഒരു കാഴ്ചയുണ്ടായത്. മുന്നോട്ട് കുതിച്ച രണ്ട് ഗ്രാൻഡ് മാസ്റ്റേഴ്സും നീലിന്റെ അടുത്തെത്തിയത് അവര് കണ്ടതാണ്. പക്ഷെ അതിനുശേഷമുള്ള ആ രംഗം ഏതാനും സെക്കൻഡുകളെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോ ആ രണ്ട് ഗ്രാൻഡ് മാസ്റ്റേഴ്സും മാംസ കഷ്ണങ്ങളായി മാറി തറയിന്ന് ചിതറിക്കൊണ്ടിരിക്കുകയാണ്. ആ കാഴ്ച ഒരു ഞെട്ടൽ ആ രണ്ട് ബാലൻസ് ഉള്ള ഗ്രാൻഡ് മാസ്റ്റേഴ്സിലും ഉണ്ടാക്കിയ ആ നിമിഷത്തിൽ ആ ഗ്രാൻഡ് മാസ്റ്റേഴ്സിൽ വലതുവശത്തേക്കുന്ന ആള് മുന്നോട്ട് ഒന്ന് കുതിക്കുകയും ചെയ്തു. അയാൾ അങ്ങനെ മുന്നോട്ട് കുതിക്കാനുള്ള കാരണം തൊട്ടു മുമ്പിൽ നടന്ന ആ ഇമ്പാക്റ്റിൽ നീലിന്റെ ഊർജത്തിൽ കുറവുണ്ടായി കാണുമെന്നുള്ള അയാളുടെ ഒരു കാൽക്കുലേഷനാണ്. മുന്നോട്ട് കുതിക്കുന്ന അയാളുടെ കയ്യിൽ ഒരു ചാട്ടവാറുണ്ട്. ഇടതുഭാഗത്തോടെ അല്പം താമസിച്ചാണെങ്കിലും മുന്നോട്ട് കുതിച്ച ആളുടെ കയ്യിൽ ഒരു കഠാരയാണുള്ളത്. ടാങ് ആവോ ഈ കാഴ്ച കണ്ട് നിശ്ചലനായി നിൽക്കുകയാണ്. അയാൾ വിളിച്ചു വരുത്തിയ ആ 4 ഗ്രാൻഡ് മാസ്റ്റേഴ്സിൽ 2 പേര് ഇതാ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. ശരിക്കും ആ യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടാനാവാതെ ടാങ് ആവോ അമ്പരപ്പോടെ നീലിനെ അങ്ങനെ സൂക്ഷിച്ചു നോക്കുമ്പോഴേക്കും നീലിനെ ആഞ്ഞടിച്ച ആ ഗ്രാൻഡ് മാസ്റ്റർ കയ്യിലെ ചാട്ടവാറിൽ നീലിന്റെ ഇടത് കൈ ഒന്ന് കുരുങ്ങി. ഇടത് കൈ കൊണ്ട് ആ ചാട്ടവാറെ പിടിച്ച നീല് ഒരൊറ്റ വലി. ആ ഗ്രാൻഡ് മാസ്റ്റർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ അയാള് നീലിന്റെ തൊട്ടടുത്ത് എത്തിയിരുന്നു. അയാളെ നീലിങ്ങനെ വലിച്ചെടുക്കായിരുന്നു. നീലിന്റെ അടുത്തേക്ക് വലിച്ചെടുക്കപ്പെട്ട ആ ഗ്രാൻഡ് മാസ്റ്റർക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കും മുമ്പ് നീലിന്റെ വലത് കാല് ഒന്ന് ചലിച്ചു. താഴെ വീണ് കിടക്കുന്ന ആ ഗ്രാൻഡ് മാസ്റ്ററുടെ കൂട്ടത്തിൽ ഒരാളുടെ കയ്യിൽ നിന്ന് താഴെ വീണ കത്തിയിലാണ് നീലിന്റെ കാല് പതിക്കുന്നത്. തൽഫലമായി ആ കത്തി നേരെ മുകളിലേക്ക് അങ്ങനെ പൊങ്ങി വരികയാണ്. നമ്മൾ ഫുട്ബോളിൽ ചവിട്ടി ഫുട്ബോൾ മുകളിലേക്ക് പോക്കുന്ന പോലെ നീല് ആ കത്തിയുടെ കൈപ്പിടിയിൽ ഒന്ന് ചവിട്ടിയതും ആ കത്തി തറയുന്ന മുകളിലേക്ക് ഇങ്ങനെ കുതിച്ചു വരികയാണ്. മുകളിലേക്ക് കുതിച്ചു വന്ന ആ കത്തിയിൽ നീലൊരു അടിയാടി. ആ കത്തി നീലിങ്ങനെ അടിച്ചതും നീലിന്റെ അടുത്തേക്ക് നീല് ആ ചാട്ടമറി പിടിച്ച് വലിച്ചടിപ്പിച്ച ആ ഗ്രാൻഡ് മാസ്റ്ററെ കഴുത്തിലേക്ക് ആ കത്തി കയറിയതും ഒരേ വേഗതയിലാണ്. ശരിക്കും അയാൾ ഇങ്ങനെ അടുത്തേക്ക് വന്നതും കത്തി ഇങ്ങനെ കയറുകയായിരുന്നു. അൺബിലീവബിളായ വേഗതയിൽ ആ മനുഷ്യന്റെ കഴുത്തിലൂടെ ആ കത്തി ഇങ്ങനെ തറച്ചു കയറുകയാണ്. ഈ സമയത്ത് ശ്വസിക്കാൻ പോലും ആവാതെ ആ ഹാളിനകത്തുള്ള മുഴുവൻ ആളുകളും ആ രംഗങ്ങളിലേക്ക് തന്നെ അങ്ങനെ നോക്കിയിരിക്കുകയാണ്. കഴുത്തിലൂടെ കത്തി കടന്നുപോയ ആ നിമിഷത്തിൽ ആ ഗ്രാൻഡ് മാസ്റ്റർ അയാളുടെ കൈ അനക്കാൻ നോക്കിയപ്പോൾ അയാൾക്ക് കൈ അനക്കാൻ പറ്റുന്നില്ല. കാരണം അയാളുടെ തല അയാളുടെ ആ ബോഡിയിൽ നിന്ന് മുറിഞ്ഞു പോയിരിക്കുകയാണ്. ആ കത്തി അങ്ങനെ കയറിപ്പോയ ആ നിമിഷത്തിൽ തല അറ്റതാണ്. കഴുത്തിൽ നിന്ന് ആ തല ഇങ്ങനെ താഴേക്ക് വീഴുന്ന ആ നിമിഷത്തിൽ ആ തലയിലെ കണ്ണുകൾ ബാക്കിയുള്ള ആ ഡെഡ് ബോഡിയിലേക്ക് അങ്ങനെ നോക്കുകയാണ്. ശരിക്കും ആ ഡെഡ് ബോഡിയുടെ ഒരു കൈയിൽ ചാട്ടയുണ്ട്. ആ ചാട്ടയുടെ മറ്റേ അറ്റത്ത് നീല് പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ പിടിച്ചിരിക്കുന്നതുകൊണ്ട് ആ ഡെഡ് ബോഡിയുടെ ബാക്കി ഭാഗം അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഇപ്പോ ആ ഹാളിനകത്തുള്ള മുഴുവൻ ആളുകളും എണീറ്റ് നിൽക്കുകയാണ്. ഇതുവരെ അവർ കണ്ടിട്ടോ കേട്ടിട്ടില്ലാത്ത ഒരു രംഗത്തിന് അവരൊക്കെ സാക്ഷിയാവുകയാണ്. പലരും ശരിക്കും ഉറക്കെ ശ്വസിക്കുകയാണ്. അവർക്ക് ശ്വാസം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അതാണ് ശരി. അങ്ങനെ ശ്വസിക്കുമ്പോഴും അവരുടെയൊക്കെ കണ്ണുകൾ ആ സ്പോട്ടിൽ തറച്ചു നിൽക്കുകയാണ്. അവിടെ ഒരു ഡെഡ് ബോഡി തലയില്ലാതെ നിൽക്കുകയാണ്. ആ ഡെഡ് ബോഡിയുടെ ഭാഗമായിരുന്ന തല ഒരു ശബ്ദത്തോടെ താഴേക്ക് വിടുന്ന ശബ്ദം പലരും കേട്ടപ്പോഴാണ് ആളുകൾക്ക് സ്വബോധം ഉണ്ടാകുന്നത്. ആ നിമിഷത്തിൽ നീല് ആ ഇടത് കൈ ഒന്ന് ചലിപ്പിച്ചതും ആ ഡെഡ് ബോഡിയുടെ ബാക്കി ഭാഗം ആ ചാട്ടവാറിനൊപ്പം ഒന്ന് കറങ്ങി ദൂരേക്ക് വീണു. ഏതോ ഒരു ടേബിളിൽ ആ ബോഡി ഒന്ന് ഇടിച്ചു എന്ന് വ്യക്തം. ആ ടേബിളുമായി ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ താഴെ വീഴുന്ന ശബ്ദം അത് മാത്രമാണ് ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ 4ാമത്തെ ഗ്രാൻഡ് മാസ്റ്ററും ടാങ് ആവോയും നിശ്ചലരായി ഇപ്പോ നീലിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. ടാങ് ആവോ അയാളുടെ കൂടെയുള്ള ആ ഗ്രാൻഡ് മാസ്റ്ററോട് പറഞ്ഞു, നമുക്ക് ഒന്നിച്ചു തരണം. അയാളുടെ മനസ്സിലേക്ക് അതല്ലാതെ ഒരു വാചകവും കടന്നു വന്നില്ല എന്നാണ് ശരി. അത് കേട്ടതും ആ ഗ്രാൻഡ് മാസ്റ്റർ മുന്നോട്ട് കുതിക്കുകയും ചെയ്തു. കൂടെ ടാങ് ആവോയും തനിക്കെതിരെ പാഞ്ഞു വരുന്ന ടാങ് ആവോയും ആ 178 നമ്പർ ഗ്രാൻഡ് മാസ്റ്ററെയും നീല് ഒന്ന് നോക്കിയിട്ട് നീല് ടാങ് ആവോയോട് പറഞ്ഞു, നിന്നെ ഞാൻ അവസാനത്തേക്ക് വെച്ചിരിക്കുകയാണ്. അത് നീല് പറയുമ്പോഴേക്കും ആ മുന്നോട്ട് കുതിച്ച ആ ഗ്രാൻഡ് മാസ്റ്ററുടെ കയ്യിൽ ഒരു വാള് പ്രത്യക്ഷപ്പെട്ടു. ആ വാള് 2 കൈ കൊണ്ട് പിടിച്ചിട്ട് അയാൾ ഒന്ന് ചാടി ഉയർന്ന്
നീലിനെ നോക്കിക്കൊണ്ട് ആകാശത്തോടെ ഒരു വീശിങ് വീശിയാണ്. അങ്ങനെ വീശിയപ്പോ ഒരു പ്രകാശം ആ വാളിനൊപ്പം താഴേക്ക് വന്നു, ഒരു സോഡ് ലൈറ്റ്. ആ സോഡ് ലൈറ്റ് ആകാശത്ത് താഴേക്ക് ഇങ്ങനെ പാഞ്ഞു വരുമ്പോ നീലിന്റെ വലത് കൈയിൽ ആ മുറിഞ്ഞ സോഡ് പ്രത്യക്ഷപ്പെട്ടു. നീല് ഡ്രാഗൺ സ്ലെയർ സോഡ് എന്ന് വിളിക്കുന്ന ആ സോൾ ഷാറ്ററിംഗ് സോഡ് നീലിന്റെ കയ്യിലേക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോ ഒരു പുച്ഛഭാവം പെട്ടെന്ന് ചാങ്ങോയുടെ മുഖത്തുണ്ടായി. ഒരു മുറി വാളുമായി ഇതാ നീല് ആ സോഡ് ഫൈറ്റ് മാസ്റ്ററെ നേരിടാൻ പോവുകയാണ്. നീലിന് താൻ നേരിടുന്നത് സോഡ് മാസ്റ്ററെ ആണെന്ന് അറിയില്ല എന്ന കാര്യം ചാങ്ങോവയ്ക്ക് അറിയാം. അതുകൊണ്ട് ചാങ്ങോവോ നീലിനോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, നീൽ, നീ തീർന്നടാ, നീ നേരിടുന്നത് സോഡ് മാസ്റ്ററെയാണ്. സോഡ് മാസ്റ്റർ ശരിക്കും ഈ വാൾ ഫൈറ്റിൽ അഗ്രഗണ്യനാണെന്ന് അയാളുടെ അന്തരീക്ഷത്തിലുള്ള ആ വാള് വീശി കാണുന്ന ആർക്ക് മനസ്സിലാവും. അയാൾ അതിവേഗം വാള് വീശുമ്പോൾ നൂറുകണക്കിന് വാളുകൾ അന്തരീക്ഷത്തിൽ ഉള്ളതുപോലെ നമുക്ക് തോന്നും. ആ ശൈലിയിലാണ് ആഫ്റ്റർ ഇമേജ് അയാളുടെ ആ വാൾ വീശൽ സൃഷ്ടിച്ചത്. അയാൾ അങ്ങനെ അതിവേഗതയിൽ വാള് വീശിക്കൊണ്ട് നീലിനെതിരെ കുതിച്ചു വരുമ്പോൾ മുറിഞ്ഞ സോഡ് നീലൊന്ന് ഉയർത്തി ആകാശത്ത് താഴേക്ക് ഒരൊറ്റ വീശി. നീല സോഡ് അങ്ങനെ ആഞ്ഞു വീശിയതും ഒരു കണ്ണഞ്ചിക്കുന്ന പ്രകാശം ആകാശത്ത് നിന്ന് ആ വാളിനൊപ്പം താഴേക്ക് പാഞ്ഞു വരികയാണ്. അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു സോഡ് ലൈറ്റ്, ഒരു സോഡ് ഇന്റന്റ്. ആ സോഡിന്റെ അതിഭീകരമായ ഒരു ശക്തി പ്രകടമാക്കുന്ന ശരിയിൽ ആ പ്രകാശം ആ വാള് വീശിക്കൊണ്ടിരിക്കുന്ന ആ സോഡ് മാസ്റ്ററുടെ ആ സോഡ് ലൈറ്റുകളുടെ ഇടയിലൂടെ അങ്ങനെ കടന്നു വന്നപ്പോൾ ആ സോഡ് മാസ്റ്ററെ മുഖം അക്ഷരാർത്ഥത്തിൽ മങ്ങിപ്പോവുകയാണ്. അയാളുടെ മുഖം മങ്ങുമ്പോൾ തന്നെ അയാൾക്ക് അപകടം അടക്കുകയാണ്. അയാൾ 2 സ്റ്റെപ്പ് പുറകോട്ട് അതിവേഗം മാറിയെങ്കിലും നീലിന്റെ ആ സോഡിനുള്ള അതിശക്തമായ സോഡ് ലൈറ്റ് അയാളുടെ സോഡിനെ തകർത്തുകൊണ്ട് അങ്ങനെ കടന്നുപോയതും അയാളുടെ തൊട്ടു മുന്നിൽ നീൽ എത്തിയിരുന്നു. നീലിന്റെ കയ്യിലുള്ള ആ മുറിഞ്ഞ ആ സോഡ്, ഡ്രാഗൺ സ്ലെയിങ് സോഡ്, ഒന്ന് മുകളിൽ നിന്ന് താഴേക്ക് ഒരു ആർക്ക് പോലെ കടന്നു പോകുമ്പോൾ നമ്മൾ ആ രംഗം വ്യക്തമായി കാണുകയാണ്. ആ സോഡ് മാസ്റ്ററുടെ വലത് കയ്യിലുണ്ടായിരുന്ന വാള് തെറിക്കുന്നു. അതോടൊപ്പം അയാളുടെ കഴുത്തിന് മുകളിലുണ്ടായിരുന്ന തല അറ്റ് താഴേക്ക് വീഴുന്നു. ഇത് രണ്ടും അതിവേഗത്തിലാ സംഭവിച്ചത്. ഞെട്ടിപ്പിക്കുന്ന ആ രംഗത്തിന് ഒരു പരിസമാപ്തി ഉണ്ടാവുകയാണ്. നീലിനടുത്തേക്ക് ഓടി വരികയായിരുന്ന ചാങ്ങാവോ സഡൻ ബ്രേക്ക് ഇട്ട പോലെ അങ്ങ് നിന്നു പോവുകയാണ്. ഇതൊക്കെ അതിവേഗത്തിലാ സംഭവിക്കുന്നത്. താൻ കൊണ്ടുവന്ന അതിശക്തരായ 4 ഗ്രാൻഡ് മാസ്റ്റേഴ്സിനെയും ഏതാനും മിനിറ്റുകൾ കൊണ്ട് നീല് അവസാനിപ്പിച്ചിരിക്കുകയാണ്. താൻ ശരിക്കും പെട്ടിരിക്കുകയാണ്. നീലിനെ താൻ വല്ലാതെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. മാർഷൽ ആർട്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഒരു വല്ലാത്ത അഹങ്കാരം ചാങ്ങാവോയ്ക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അയാൾ നീലിനെ വില കുറിച്ച് കണ്ടത്. പക്ഷെ അത് അബദ്ധമായി പോയി എന്ന് അയാൾക്ക് തോന്നുമ്പോഴേക്കും അയാള് മറ്റൊരു കാര്യം കൂടി കാണുകയാണ്. നീല് സാവധാനം അയാൾക്ക് നേരെ നടന്നു വരുന്ന രംഗം. നീല അയാൾക്ക് നേരെ നടന്നു വരുന്നത് കണ്ടതും അയാള് തന്റെ സർവശക്തിയും ആ കയ്യിലേക്ക് കേന്ദ്രീകരിച്ചു. അയാളുടെ ഇന്റേണൽ ഊർജ്ജത്തെ മുഴുവൻ അയാളുടെ കയ്യിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. അയാളുടെ കയ്യിലേക്ക് അയാൾ ആ ഊർജ്ജം കേന്ദ്രീകരിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം ബോധ്യമാവും. ശരിക്കും ഈ ഫിസ്റ്റ് ടെക്നിക്കിൽ അയാളൊരു മിടുക്കനാണ്. അയാളുടെ കൈ ഒന്ന് അനങ്ങിയപ്പോൾ തന്നെ അയാളുടെ കൈക്ക് ചുറ്റും ഒരു എയർ സർക്കുലേഷൻ ഉണ്ടാവുകയാണ്. ചുറ്റുമുള്ള വായു ഒന്ന് ചലിച്ചു. അയാളുടെ കൈ പുറകോട്ട് വന്നിട്ട് അയാൾ മുന്നോട്ടൊന്ന് പഞ്ച് ചെയ്തപ്പോൾ ആ ചുറ്റുമുള്ള വായു അയാളുടെ മനസ്സ് ആഗ്രഹിക്കുന്ന പോലെ ഒന്ന് ചലിച്ചു. ആ വായുവിന് പെട്ടെന്നൊരു വേഗത ഉണ്ടാവുകയാണ്. ആ വേഗത സ്വാഭാവികമായി ഒരു ചെറിയ കാറ്റുണ്ടാക്കുകയാണ്. അയാൾക്ക് നേരെ നടന്നു വരുന്ന നീലിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ആ കാറ്റ് അങ്ങനെ പാഞ്ഞു വരുമ്പോൾ ചാങ്ങാവോ ഉറക്കെ നീലിനോട് പറഞ്ഞു, നീൽ, നിന്റെ അറിവിലേക്ക് ഞാനൊരു കാര്യം പറയാം. എന്റെ സ്ട്രെങ്ത് ഫിസ്റ്റിലാണ്. ശരിക്കും കൈ ഉപയോഗിച്ചുള്ള ആ പഞ്ചിങ്ങിൽ ചാങ്ങാവോ അതിമിടുക്കനാണെന്നാണ് ചാങ്ങാവോ നീലിനോട് വിളിച്ചു പറഞ്ഞത്. ചാങ്ങാവോ അത് പറയുന്നതിന് മുന്നേ തന്നെ വായുവിലുള്ള ആ പഞ്ചിന്റെ പവർ നീല് കൃത്യമായി ഐഡന്റിഫൈ ചെയ്തു. നീലും തന്റെ കൈ ഒന്ന് ചുരുട്ടി. നീലിന് ഇപ്പോ ഒരു ടെക്നിക്കൂടെ അറിയാം. ലിയോ ആന്റിൻ നീലിന് ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്ന ആ അറിവുകളുടെ ശേഖരത്തിൽ നിന്ന് നീല് തിരഞ്ഞു പിടിച്ചെടുത്ത ഒരെണ്ണമാണ് അത്. ലിയോ ആന്റിൻ യഥാർത്ഥത്തിൽ ഫിയറി ഫിസ്റ്റ് സെക്ഷന്റെ സെക്ഷൻ മാസ്റ്റർ ആയിരുന്നു. ഫിയറി ഫിസ്റ്റ് സെക്ഷന്റെ ആ സെക്ഷൻ മാസ്റ്ററുടെ പ്രത്യേക ആ ഫിസ്റ്റ് ടെക്നിക്കാണ് നീൽ അവിടെ ആക്ടിവേറ്റ് ചെയ്തത്. നീല് കൈ ഒന്ന് ചുരുട്ടി പ്രത്യേക ഒരു ആക്ഷനിൽ വായുവിൽ ഒരൊറ്റ ഇടി മുകളിൽ താഴേക്ക് ഇടിച്ചപ്പോൾ ആ ഇടി ആ വായുവിൽ ഒരു പ്രകമ്പനം ഉണ്ടാക്കി. സ്വാഭാവികമായിട്ടും ആ പ്രകമ്പനത്തോടൊപ്പം നീലും മുന്നോട്ട് കുതിക്കുകയാണ്. തന്റെ ഫിസ്റ്റ് കൊണ്ട് മുന്നിൽ വായുവിൽ ആഞ്ഞിടിച്ചിട്ട് ആ വേഗതയിൽ തന്നെ ചാങ് ആവോയും മുന്നോട്ട് കുതിക്കുന്നുണ്ട്. രണ്ടുപേരുടെയും ആ കൈകൾ തമ്മിൽ കൂട്ടിമുട്ടുന്നതിന് മുമ്പ് അവരുടെ രണ്ടുപേരുടെയും ആ കൈകൾ സൃഷ്ടിച്ച ഊർജം തമ്മിലാണ് ആദ്യം കൂട്ടിമുട്ടിയത്. ആ കൂട്ടിമുട്ടൽ ആ ഊർജം സകല സ്ഥലത്തേക്ക് ചിതറിക്കുമ്പോഴേക്കും രണ്ടുപേരും മുഖാമുഖം കണ്ടുമുട്ടുന്ന അവസ്ഥയിലേക്ക് എത്തി. നീലിന്റെ കൈയും ചാങ് ആവോയുടെ കൈ തമ്മിൽ ഒന്ന് കൂട്ടിമുട്ടി.
ചാങ് ആവോയുടെ ആ ചുരുട്ടിയ മുഷ്ടിയിലേക്ക് നീലിന്റെ കൈ പതിച്ചതും ചാങ് ആവോ ആ നിന്ന സ്ഥലത്തുനിന്ന് പുറകോട്ട് തെറിച്ചു. ഒരാളും അതിനു മുമ്പ് സങ്കല്പിച്ചിട്ടില്ലാത്ത ഒരു കാര്യമാണ് അവിടെ സംഭവിച്ചത്. നീലിന്റെ ഒറ്റയിടിയിൽ ചാങ് ആവോ ആ നിന്ന സ്ഥലത്തുനിന്ന് പുറകോട്ട് തെറിച്ച് നേരെ ചെന്ന് വീണത് അവിടെ ആ തുറന്നു വെച്ചിരിക്കുന്ന ശവപ്പെട്ടിയിലാണ്. ഒരു ശബ്ദത്തോടെ ശവപ്പെട്ടിയിലേക്ക് ചാങ് ആവോ അങ്ങ് വീഴുകയാണ്. ഇപ്പോ കാണികൾക്ക് ചാങ് ആവോയെ കാണാൻ പറ്റുന്നില്ല. പക്ഷേ അവർക്ക് മറ്റൊരു കാര്യം കാണാൻ പറ്റുന്നുണ്ട്. ആ ശവപ്പെട്ടിയിൽ നിന്ന് രക്തം ഈറ്റിട്ട് താഴേക്ക് വീഴുന്ന കാഴ്ച അവർക്ക് കാണാം. നീല് അപ്പോഴും മുന്നോട്ട് നടക്കുകയാണ്. ഹൂ കുടുംബത്തിലെ യാനിമ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തെറിച്ച് ആ സ്പോട്ടിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്. ബ്രൗൺ കുടുംബത്തിലെ ഫിലിപ്സും ഗാരിയും അതുപോലെ റൂട്ട് കുടുംബത്തിലെ ഹാൻസും റൂട്ടും ഒക്കെ ഒന്നും പറയാനാകാതെ അന്തം വിട്ട് ആ സ്പോട്ടിലേക്ക് തന്നെ നോക്കിയാണ്. ചാങ് ആവോ നീലിന്റെ ഒറ്റ ഇടിയിൽ തെറിച്ച് ശവപ്പെട്ടിക്കകത്ത് വീണിരിക്കുകയാണ്. അവരുടെയൊക്കെ മനസ്സുകൾ ഇപ്പൊ ബ്ലാങ്ക് ആണ്. അന്തം വിട്ട ആളുകൾ ആ ശവപ്പെട്ടിയുടെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ നീല് നടന്ന് ശവപ്പെട്ടിയുടെ തൊട്ടു മുന്നിലെത്തി. അവിടെ ആ ശവപ്പെട്ടിക്കകത്ത് സാക്ഷാൽ ചാങ് ആവോ ഉണ്ട്. ആ ശവപ്പെട്ടിക്കകത്ത് വീണ ചാങ് ആവോയുടെ ദേഹത്തുനിന്ന് ചോര ഒലിച്ച് ആ ശവപ്പെട്ടിയിൽ നിറയുന്നുണ്ട്. നല്ല രീതിയിൽ പരിക്കേറ്റിരിക്കുകയാണ് ചാങ് ആവോയ്ക്ക്. ചാങ് ആവോയെ ഒന്ന് നോക്കിയിട്ട് നീല് പറഞ്ഞു, സത്യം പറയാമല്ലോ, ഈ ശവപ്പെട്ടി നിങ്ങൾക്ക് നന്നായി ചേരുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ നീല് ആ ശവപ്പെട്ടിയുടെ എഡ്ജ് പിടിച്ച് ഒന്ന് പൊക്കിയതും ആ ശവപ്പെട്ടി ആളുകളുടെ മുന്നിൽ അങ്ങനെ തുറന്നു നിൽക്കുകയാണ്. ആളുകൾക്ക് ഇപ്പോൾ ആ കാഴ്ച കാണാം. ആ ശവപ്പെട്ടിക്കകത്ത് നിൽക്കുന്ന ചാങ് ആവോയെ. ചാങ് ആവോയുടെ കഴുത്തിൽ ഒരു കത്തി നീലിങ്ങനെ പിടിച്ചിരിക്കുകയാണ്. ചാങ് ആവോ ഒന്ന് അനങ്ങിയാൽ ആ കത്തി അയാളുടെ കഴുത്ത് ഖണ്ഡിക്കുമെന്ന് 100% ഉറപ്പാണ്. ഈ ജിയാങ്മൻ പ്രൊവിൻസിലെ മാർഷൽ ആർട്സിന്റെ ഒരു വക്താവെന്നോ അവസാന വാക്കെന്നോ ഒക്കെ പറയാവുന്ന കക്ഷിയാണ് സാക്ഷാൽ ചാങ് ആവോ. ആ ചാങ് ആവോയാണ് ക്ഷണിക്കപ്പെട്ട സദസ്സിൽ ആ ശൈലിയിൽ നിൽക്കുന്നത്. അയാളുടെ 60th ബർത്ത്ഡേ ആണ്. ആ 60ാം ജന്മദിനത്തിൽ അയാളെ ശവപ്പെട്ടിക്കകത്ത് ഇതാ നീല് എത്തിച്ചിരിക്കുകയാണ്. നീലിന്റെ കയ്യിലിരിക്കുന്ന കത്തി ചാങ് ആവോയുടെ കഴുത്തിൽ തൊട്ടില്ല എന്ന മട്ടിലിരിക്കുകയാണ്. ചാങ് ആവോ ഇപ്പൊ ആ കാര്യം മനസ്സിലാക്കുന്നുണ്ട്. അയാളുടെ അന്ത്യം അടുത്തു. അത് മനസ്സിലാക്കിയതും ചാങ് ആവോ നീലിനോട് ചോദിച്ചു, നീൽ, ഞാനും നീയും തമ്മിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടേ ഇല്ല, എന്നിട്ടും നീ എന്തിനാ എന്റെ മകനെ കൊന്നത്? ആ ചോദ്യം അയാൾ ചോദിച്ചതും നീല് ചാങ് ആവോയോട് പറഞ്ഞു, ആ മാർഷൽ ആർട്സ് അവന്യൂവിൽ ഫൈറ്റ് നടന്നപ്പോൾ ഞാൻ യുവാൻ ജിങ്ഫുനെ കൊന്നതാണ്. അതവിടെ അവസാനിച്ചു. പക്ഷെ നീയോ അതിനുശേഷം എന്നെ കൊല്ലാനായി അനവധി തവണ ആളുകളെ ഇറക്കിയിരുന്നു. എന്നെ അങ്ങനെ ഫോളോ ചെയ്ത് നീ കൊല്ലാൻ തീരുമാനിക്കുമ്പോൾ നീ അറിയണം ഈ ഒരു ദിവസം വരുമെന്ന്. പിന്നെ നിന്റെ രണ്ടാമത്തെ ചോദ്യം നിന്റെ മകനെ കുറിച്ച്. 3 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവിടെ ഈ സിറ്റിയിൽ ഒരു പെൺകുട്ടിയും ആ പെൺകുട്ടിയുടെ വരനും അതീവ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടിരുന്നു. അതിന് നിന്റെ മകനുള്ള പങ്ക് എന്താണെന്ന് നിനക്ക് നന്നായി അറിയാം. അത് ഒരു കേസ്, അങ്ങനെ എത്ര കേസുകൾ. അവൻ കൊല്ലപ്പെടേണ്ടവനായിരുന്നു. അവന്റെ വിധി അവനായിട്ട് ചോദിച്ചു വാങ്ങിയതാണ്. സാരമില്ല, അവന്റെ അടുത്തേക്ക് നിന്നെയും ഞാൻ അയക്കാം. അങ്ങനെ നീല് പറഞ്ഞതും ആ ഹാളിനകത്തേക്ക് അനവധി ആളുകൾ ഓടിക്കേറി വന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അകത്തേക്ക് ആളുകൾ ഓടിക്കേറി വന്നത്. ഓടിക്കേറി വന്ന ആളുകളൊക്കെ യൂണിഫോം ധരിച്ചിട്ടുണ്ട്. ആ യൂണിഫോം കണ്ടാൽ തന്നെ അറിയാം അവര് ഗവൺമെന്റ് ഒഫീഷ്യൽസ് ആണ്. ആ ആളുകൾ അവിടേക്ക് ഓടിക്കേറി വന്നപ്പോൾ ചാങ് ആവോയുടെ മുഖത്ത് ശരിക്കൊരു സന്തോഷമുണ്ടായി. ചാങ് ആവോ ഉറക്കെ വന്ന ആളുകൾ ഒരാളോട് പറഞ്ഞു, മാസ്റ്റർ എന്നെ രക്ഷിക്കണം, മാസ്റ്റർ എന്നെ രക്ഷിക്കണം. അങ്ങനെ ചാങ് ആവോ ഉറക്കെ വിളിച്ചു പറഞ്ഞതും അകത്തേക്ക് വന്ന ആ ടീമിന്റെ ലീഡർ നീലിനോട് പറഞ്ഞു, നിർത്തവിടെ, കത്തി തടയണ്ടാ. പെട്ടെന്നാണ് അയാൾ ആ ഡയലോഗുകൾ പറഞ്ഞത്. അത് കേട്ടതും ചാങ് ആവോ പറഞ്ഞു, നീൽ, എനിക്ക് ഇങ്ങനെ ഒരു തുറപ്പിച്ചിട്ടുള്ള കാര്യം നിനക്ക് അറിഞ്ഞുകൂടായിരുന്നല്ലേ? നീൽ, നിനക്ക് എന്നെ അങ്ങനെ കൊല്ലാൻ പറ്റില്ല. നീൽ, നിനക്ക് എന്റെ തുറപ്പിച്ചിട്ട് ഇതാവുമെന്ന് അറിഞ്ഞുകൂടായിരുന്നല്ലേ? ഇവിടെ മാർഷൽ ആർട്സ് ഡിപ്പാർട്ട്മെന്റുകാര് വരുമെന്ന് നീ കരുതിയില്ല. ചാങ് ആവോ അങ്ങനെ പറഞ്ഞതും ആ വന്ന ആളിന്റെ ലീഡർ നീലിനോട് പറഞ്ഞു, ഏയ്, നിനക്ക് ചാങ് ആവോയുമായി പ്രശ്നമുണ്ടെന്ന് എനിക്കറിയാം. നമുക്ക് ആ പ്രശ്നം ഒരു ടേബിളിന്റെ അപ്പുറം ഇപ്പുറം ഇരുന്ന് സംസാരിച്ച് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ഡിസ്പ്യൂട്ട് ഉണ്ടാകുന്ന സമയത്ത് ഒത്തുതീർപ്പ് നടത്തുക എന്ന ചുമതല ഞങ്ങൾക്കാണ്. ഞങ്ങളെ മാർഷൽ ആർട്സ് ഡിപ്പാർട്ട്മെന്റിനെ അതിന് ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അയാൾ അങ്ങനെ പറഞ്ഞതും നീല് അയാളോട് ചോദിച്ചു, മാർഷൽ ആർട്സ് ഡിപ്പാർട്ട്മെന്റോ? ഞാൻ കേട്ടിട്ടില്ലല്ലോ. നീല് ശരിക്കും ഈ മാർഷൽ ആർട്സ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് കേട്ടിട്ടില്ല എന്ന് നീലിന്റെ ആ ഡയലോഗ് കേൾക്കുന്ന ആർക്കും മനസ്സിലാവും. ഒരു ബഹുമാനം കൊടുക്കാതെയാണ് നീൽ ആ ഡയലോഗ് പറഞ്ഞത്. അത് മനസ്സിലാക്കിയിട്ടാകണം
ഷൂ യാനിമ ചാടി എണീറ്റ് ഓടി നീലിന്റെ അടുത്തേക്ക് വന്ന് നീലിനോടായി പറഞ്ഞു, നീൽ മാർഷൽ ആർട്സ് ഡിപ്പാർട്ട്മെന്റ് ഡ്രാഗൺ സോള് പോലെ ഹക്സിയുടെ ഒരു ഡിപ്പാർട്ട്മെന്റാണ്. അവരാണ് മാർഷൽ ആർട്സ് മേഖലയെ നിയന്ത്രിക്കുന്നത്. അസോസിയേഷനുകൾക്ക് അംഗീകാരം കൊടുക്കുന്നതും അവരുടെ ജോലിയാണ്. മാർഷൽ ആർട്ടിസ്റ്റുകൾ തമ്മിൽ പ്രശ്നമുണ്ടാകുമ്പോൾ അതിൽ ഇടപെടുന്നതും നിയമങ്ങൾ ഉണ്ടാക്കുന്നതും അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതൊക്കെ മാർഷൽ ആർട്സ് ഡിപ്പാർട്ട്മെന്റാണ്. ഷൂ യാനിമ അവളുടെ അറിവ് പങ്കുവെച്ചുകൊണ്ട് നീലിനോട് പറഞ്ഞു, നീൽ ഇവിടെ ഇത് അവസാനിപ്പിക്കാം. എന്തിനും ഒരു 2 വശമുണ്ടല്ലോ. അങ്ങനെ യാനിമ പറഞ്ഞപ്പോൾ യാനിമ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേട്ടു നിൽക്കായിരുന്ന ആ ടീം ലീഡർ നീലിനോട് പറഞ്ഞു, ഹേയ് ചെറുപ്പക്കാര, അറിവില്ലായ്മ ഒരു കുറ്റമൊന്നുമല്ല. നിനക്കിപ്പോ ഞാൻ ആരാണെന്നും എന്റെ വില എന്താണെന്നും മനസ്സിലായല്ലോ. ഇനി ഞാൻ പറഞ്ഞു കേൾക്ക്. ആ കത്തി താഴെയിട്. അയാൾ അങ്ങനെ പറയുമ്പോ ഒരു പുഞ്ചിരി ചാങ്ങാവോയുടെ മുഖത്തുണ്ട്. പക്ഷെ ആ നിമിഷത്തിലാണ് നീലിന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി അങ്ങ് പറന്നുപോയത്. ആ കത്തി പറന്നുപോയി സൈഡിലുള്ള ചുവരിൽ ഇടിച്ച് കുത്തി അങ്ങ് നിൽക്കുകയാണ്. ആളുകളുടെ കണ്ണുകൾ പെട്ടെന്ന് ആ കത്തിയിലേക്ക് അങ്ങ് പോയി. ആ കത്തി ചുവരിൽ അങ്ങനെ ഇടിച്ചു നിന്നതും ആ കത്തിയിൽ നിന്ന് രക്തം ഇറ്റ് താഴേക്ക് വീഴുകയാണ്. ആ കത്തിയിലെ രക്തം കണ്ടതും ആളുകളുടെ കണ്ണുകൾ ആ കത്തിയിൽ നിന്ന് കത്തി കടന്നു വന്ന പാതയിലേക്ക് മടങ്ങി വരികയാണ്. അവര് ആ പാതയുടെ അറ്റത്തെത്തിയപ്പോൾ ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ച കാണുകയാണ്. ആ കുത്തനെ നിർത്തിയിരിക്കുന്ന ശവപ്പെട്ടിയിൽ അങ്ങനെ നിൽക്കുകയായിരുന്ന ചാങ്ങാവയുടെ കഴുത്ത് മുറിഞ്ഞിരിക്കുകയാണ്. ചാങ്ങാവയുടെ കണ്ണുകളിൽ വല്ലാത്തൊരു അമ്പരപ്പുണ്ട്. അയാളുടെ കഴുത്ത് ഏതാണ്ട് പൂർണ്ണമായി അറ്റുപോയിരിക്കുകയാണ്. ഹക്സിൻ ഗവൺമെന്റിന്റെ മാർഷൽ ആർട്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ആ ഉദ്യോഗസ്ഥര് നോക്കി നിൽക്കേ നീല് ചാങ് ആവയുടെ കഴുത്ത് ഖണ്ഡിച്ചിരിക്കുകയാണ്. അങ്ങനെ തോന്നൽ ആളുകൾക്ക് ഉണ്ടായതും നീല് ആ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു, സോറി, എന്റെ കയ്യിൽ നിന്ന് അറിയാതെ കത്തി വഴുതിപ്പോയി. നീലിന്റെ കയ്യിൽ നിന്ന് സ്ലിപ്പായി പോയ കത്തി ആ ചാങ്ങാവയുടെ കഴുത്ത് മുറിച്ച് തെറിച്ച് ആ ചുവരിപ്പോയി തറച്ചിരിക്കുകയാണ്. നീല് പറഞ്ഞ ആ വാചകം കേട്ടതും ഹക്സിയുടെ മാർഷൽ ആർട്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ആ മേഖലയിലെ ഡിപ്പാർട്ട്മെന്റൽ ഹെഡായ ആ വ്യക്തി ഉറക്കെ ഒന്ന് അലറി, ഹേ നീൽഗിരി, എന്റെ വാക്ക് ധിക്കരിച്ചുകൊണ്ട് എന്റെ മുന്നിൽ വെച്ച് ധിക്കാരം കാണിക്കുന്നു. നിന്നെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അയാൾ പറഞ്ഞതും നീല് അയാളോട് പറഞ്ഞു, എന്റെ കയ്യിലെ കത്തി ചിലപ്പോ നിങ്ങളുടെ കഴുത്തിനടുത്ത് വെച്ചായിരിക്കും അറിയാതെ സ്ലിപ്പായി പോകുന്നത്. അതോടെ കേട്ടതും അയാളുടെ ദേഷ്യം ഇരട്ടിക്കുകയാണ്. അയാളുടെ കൂടുതൽ ആളോട് പറഞ്ഞു, എല്ലാവരെയും പുറത്താക്ക്, ഇവനെ എന്ത് വേണമെന്ന് ഞാൻ പറയാം. അടുത്ത നിമിഷത്തിൽ ആ മാർഷൽ ആർട്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ആ തലവരൊപ്പം വന്ന ആളുകൾ അവിടെയുള്ള ആളുകളെ ആ ഹാളിൽ നിന്ന് പുറത്താക്കി. ആ ഹാളിൽ നിന്ന് ഏറ്റവും അവസാനം പുറത്തു പോകുന്നത് ഷൂ യാനിമയാണ്. ഷൂ യാനിമ ആ ഹാളിൽ നിന്ന് പുറത്തേക്ക് നടക്കുമ്പോൾ തിരിഞ്ഞിരിഞ്ഞ് നീലിനെ നോക്കുകയാണ്. നീല് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. മാർഷൽ ആർട്സ് ഡിപ്പാർട്ട്മെന്റിനോട് ഒരിക്കലും നീല് ഉടക്കാൻ പാടില്ലായിരുന്നു. ഡിപ്പാർട്ട്മെന്റിനോട് ഉടക്കിയാൽ അവന്മാര് നീലിനെ എന്ത് വേണമെങ്കിലും ചെയ്യും. ആ കാര്യം ആ ഷൂ കുടുംബത്തിലെ യാനിമയ്ക്ക് നന്നായി അറിയാം. യാനിമ ഉൾപ്പെടെ മുഴുവൻ ആളുകളും അവിടെ നിന്ന് പുറത്താകുമ്പോൾ നീല് ആ ശവപ്പെട്ടി താഴേക്കും കിട്ടും. ഒരു ശബ്ദത്തോടെ ആ ശവപ്പെട്ടി താഴെ വീഴുമ്പോൾ ചാങ്ങാവയുടെ ആ തല ഉടലിൽ നിന്ന് വേർപെട്ടിട്ടുണ്ട്. നീല് ആ ശവപ്പെട്ടി അടുത്ത് നിന്ന് മാറി ഒരു ടേബിൾ വന്ന് ചാരി നിൽക്കുകയാണ്. ആ ടേബിളിലേക്ക് ചാരുന്ന നീല് ഒരു സിഗരറ്റ് പാക്കറ്റ് എടുത്ത് അതിൽ നിന്ന് ഒരു സിഗരറ്റ് ചുണ്ടിലേക്ക് വെച്ച് പതുക്കെ കൊളുത്തി വലിച്ചു തുടങ്ങി. നീല് ആ സിഗരറ്റ് എടുത്ത് കൊളുത്തുന്ന ഈ സമയത്ത് നീലിനെ തന്നെ നോക്കി നിൽക്കുകയാണ് മാർഷൽ ആർട്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ആ തലവൻ. അയാൾക്കൊപ്പം ഒരു ഡസനോളം ആളുകളുണ്ട്. അയാൾക്കൊപ്പം വന്നിരിക്കുന്ന ആളുകളെല്ലാം അതിശക്തരായ യോദ്ധാക്കളാണ്. നീല് തരിമ്പും കൂസാതെ അവിടെ നിന്ന് ആ സിഗരറ്റ് വലിക്കുന്ന കാഴ്ച കണ്ടതും ആ ഡിപ്പാർട്ട്മെന്റ് ഹെഡിന് വല്ലാതങ്ങ് ദേഷ്യം വരികയാണ്. അയാള് കൂടുതൽ ആളുകളോട് പറഞ്ഞു, അവനെ പിടിച്ചു കെട്ട. കേൾക്കേണ്ട താമസം ആ ടീം മുന്നോട്ട് കുതിച്ചു. അവർ മുന്നോട്ട് കുതിക്കുമ്പോൾ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്ന നീലും മുന്നോട്ട് കുതിച്ചു. ഒരു ഡസൻ ആളുകൾ മുന്നോട്ട് കുതിച്ചു വരുമ്പോൾ അവർക്കിടയിലേക്ക് കുതിച്ചു വരുന്നവൻ ആരാണെങ്കിലും അവന് ലേശം വട്ടുണ്ടാവും. അല്ലെങ്കിൽ അതിശക്തരായ ഒരു ഡസൻ ആളുകളോട് എതിരിടാൻ ആരും ശ്രമിക്കില്ലല്ലോ. പക്ഷേ ആ 12 പേരുടെ അടുത്തേക്ക് നീല് എത്തിയ ആ നിമിഷത്തിൽ ആ 12 അംഗ ടീമിൽ ഏറ്റവും മുന്നിലുണ്ടായിരുന്നവന്റെ അഭിപ്രായം പെട്ടെന്നെങ്ങും മാറുകയാണ്. അതിന്റെ കാരണം നീലിന്റെ കൈ അവന്റെ കവിളിൽ പതിച്ചതാണ്. എന്താണ് സംഭവിച്ചെന്ന് അവന് മനസ്സിലാകും മുമ്പ് അവൻ താഴെ വീണ് കഴിഞ്ഞിരുന്നു. ശരിക്കും ഒരു കൊടുങ്കാറ്റ് അവരെ കടന്നുപോയതുപോലെ അവന് തോന്നി. താഴേക്ക് അവനെ താന്നു വരുമ്പോൾ അവന്റെ ബോധം മറയുന്ന പോലെ ഒരു തോന്നൽ, അത് മാത്രമാണ് ആ യോദ്ധാവിനുള്ളത്. അവരെ മറികടന്ന് മുന്നോട്ട് വന്ന നീല് വലത് കാലൊന്ന് ഉയർത്തി ഒരൊറ്റ ചവിട്ട്. നീലിനടുത്തേക്ക് ഓടി വരികയായിരുന്ന ഒരുത്തന്റെ കാല് ആ ചവിട്ടിൽ ടക്കെന്ന ശബ്ദത്തോടെ ഓടിയുന്ന ശബ്ദം അവന്റെ പുറകെ ഓടി വരുന്നവർ കേൾക്കുന്നുണ്ട്. ആ ഓടി വന്ന ആളിന് ഓടിഞ്ഞത് സഹപ്രവർത്തകന്റെ കാലാണെന്ന് മനസ്സിലാകുമ്പോഴേക്കും
അവന്റെ ഒരു കൈ അവന്റെ കയ്യിൽ കാണാനില്ല. ശരിക്കും അവനൊരു കൈയുടെ ഉണ്ടായിരുന്നു. അവന്റെ വലത് കൈ എങ്ങോ പോയിരിക്കുകയാണ്. അമ്പരപ്പോടെ അവൻ നോക്കുമ്പോൾ അവന് വലത് കൈ ഒരാളെ ആഞ്ഞടിക്കുകയാണ്. ആ കൈ ഇപ്പോൾ നീലിന്റെ കൈയിരിക്കുകയാണ്. നീല് അവന്റെ കൈ വലിച്ചു പുഴുതെടുത്ത് ഒരൊറ്റ ആടി അടുത്ത് നിൽക്കുന്നവരെ നെഞ്ചു നോക്കി. അടിയേറ്റ് ആ കക്ഷി താഴേക്ക് വീഴുമ്പോൾ ഇവിടെ കൈ അറ്റുപോയ ആളും താഴേക്ക് ബോധം കെട്ടങ്ങ് വീഴുകയാണ്. ഏതാനും സെക്കൻഡുകളോട് കഴിഞ്ഞതും ആ പ്രായമുള്ള മനുഷ്യൻ ഇപ്പോൾ ഒരു കാര്യം തിരിച്ചറിയുകയാണ്. ആ ഹാളിൽ അയാളും നീലും മാത്രമേ നിൽക്കുന്നുള്ളൂ. അയാൾക്കൊപ്പം ഉണ്ടായിരുന്ന ആ മുഴുവൻ മാർഷൽ ആർട്സ് ഡിപ്പാർട്ട്മെന്റ് ആളുകളും തറയിൽ അങ്ങനെ വീണ് കിടക്കുകയാണ്. ആരെയും നീല് കൊന്നിട്ടില്ല എന്നത് മാത്രമാണ് ആശ്വാസകരമായ കാര്യം. പക്ഷെ വീണ് കിടക്കുന്നതിൻ്റെയൊക്കെ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ടുണ്ട്. അതിദയനീയമായ ആ രംഗം കണ്ട അയാള് ഒന്ന് ശ്വാസം ഉള്ളിലെടുക്കുമ്പോൾ നീല് അയാളുടെ അടുത്തെത്തിക്കഴിഞ്ഞു. നീല് അയാളുടെ അടുത്തേക്ക് വന്നതും അയാൾ 2 സ്റ്റെപ്പ് പുറകോട്ട് മാറി. 2 സ്റ്റെപ്പ് പുറകോട്ട് മാറുന്നതിനിടയിൽ അയാളുടെ കയ്യിൽ ഒരു സോഡ് പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ആ സോഡ് കയ്യിലേക്ക് വന്ന അയാൾ ഒന്ന് ചാടി മറിഞ്ഞ് ആ സോഡ് ഉപയോഗിച്ച് ഒരു ആഞ്ഞു വെട്ട്. നീല ലക്ഷ്യമാക്കി അയാൾ അങ്ങനെ ആഞ്ഞു വെട്ടപ്പോൾ നീലിന്റെ കയ്യിൽ ആ മുറിഞ്ഞ സോഡ് ഒരിക്കൽ കൂടി പ്രത്യക്ഷപ്പെടുകയാണ്. എപ്പോഴാണ് ആ ചുവരിൽ നിന്ന് നീൽ ആ സോഡ് എടുത്തതെന്ന് ചോദിച്ചാൽ ആ മനുഷ്യൻ കണ്ടില്ല എന്ന് ഉത്തരം പറയാൻ പറ്റും. നീല് അതിവേഗതയിൽ ചാടി ഉയർന്ന് ആ സോഡ് എടുത്ത് തിരിഞ്ഞ് അതേപോലെ ആ വ്യക്തിയുടെ സോഡ് അറ്റാക്കിനെ നേരിടുകയാണ്. ഏതാനും സെക്കൻഡുകളോട് കഴിഞ്ഞതും ആ മനുഷ്യന്റെ കയ്യിലെ സോഡ് അങ്ങ് തെറിച്ചു. ഇപ്പോ നീല് ആ മുറിഞ്ഞ സോഡ് കൊണ്ട് അയാളുടെ കഴുത്തിൽ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. നീല് അയാളുടെ കഴുത്തിലേക്ക് ആ കത്തി ചേർത്ത് പിടിച്ച ആ നിമിഷത്തിൽ പെട്ടെന്നാണ് ഒരു ഫോഴ്സ് ആ മനുഷ്യനെ അവിടെ നിന്ന് തള്ളി മാറ്റുന്നത്. നീലിന്റെ തൊട്ട് മുന്നിലുണ്ടായിരുന്ന വ്യക്തിയെ ഒരു കാറ്റ് തള്ളി അങ്ങ് മാറ്റിയിരിക്കുകയാണ്. ആ കാറ്റിങ്ങനെ കടന്നുപോയതും ആ കാറ്റിന്റെ തൊട്ട് പുറകെ അവിടെ ഒരാൾ പ്രത്യക്ഷപ്പെട്ടു. ഒരു കറുത്ത രൂപം. ആ ആളെ കണ്ടതും തെറിച്ചുപോയ വ്യക്തി ആ ആളെ നോക്കി കൈകൂപ്പി അദ്ദേഹത്തോട് പറഞ്ഞു, ഗ്രാൻഡ് മാസ്റ്റർ ഫാങ് അങ്ങ് എത്തിയല്ലോ, ഇനി നമ്മൾ രക്ഷപ്പെട്ടു. അവിടെ എത്തിയിരിക്കുന്നത് ഗ്രാൻഡ് മാസ്റ്റർ ഫാങ് ആണ്. ഫാങ് ആരോ. ആ പ്രായമുള്ള മനുഷ്യരെ തള്ളി മാറ്റിക്കൊണ്ട് മുന്നോട്ട് വന്ന ആ കറുത്ത രൂപം പെട്ടെന്ന് തിരിഞ്ഞ് നീലിനെതിരെ ആഞ്ഞൊരൊറ്റ ഇടി. ശരിക്കും മുന്നോട്ട് കുതിച്ച അയാൾ ആഞ്ഞിടിക്കുമ്പോൾ നീലും ആ നിമിഷത്തിനെ തിരിച്ചും അയാളെ പഞ്ച് ചെയ്തു. നീലിന്റെയും ആ വ്യക്തിയുടെയും ആ മുഷ്ടികൾ തമ്മിൽ കൂട്ടിമുട്ടിയതും അവിടെ തീപ്പൊരി ചിത്രിയെന്ന് പറയാം. നീല് ഏകദേശം 4-5 സ്റ്റെപ്പ് പുറകോട്ട് ആ ഇടിയിൽ പിന്മാറ്റപ്പെട്ടു. നീലിനെ ഇടിച്ച വ്യക്തിയും 3 സ്റ്റെപ്പ് പുറകോട്ട് മാറി. 3 സ്റ്റെപ്പ് പുറകോട്ടായി മാറിയപ്പോൾ അയാളുടെ മുഖത്ത് വല്ലാത്തൊരു അതിശയം. അയാൾ ഈ ഹക്സിയുടെ ഗ്രാൻഡ് മാസ്റ്റേഴ്സിന്റെ റാങ്ക് ലിസ്റ്റിൽ 99ാം റാങ്കുകാരനാണ്. അയാളെയാണ് ഒരു ചെറുപ്പക്കാരൻ ഇടിച്ച് പുറകോട്ട് മാറ്റിയിരിക്കുന്നത്. ആ ചെറുപ്പക്കാരൻ കുറച്ചുകൂടി പുറകോട്ട് മാറി എന്നുള്ളത് ഇവിടെ ഒരു വിഷയമേ അല്ല. ചിരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, ഞാൻ ഫാങ് ആരോ, ഹക്സിയിലെ ഗ്രാൻഡ് മാസ്റ്റേഴ്സിന്റെ റാങ്ക് ലിസ്റ്റിലെ 99th റാങ്കുകാരൻ. എന്റെ പഞ്ച് തടുക്കുന്ന 9ാമത്തെ വ്യക്തിയാണ് നീ. നിന്നെ ഇതുപോലെ വളരാൻ അനുവദിച്ചാൽ 10 കൊല്ലം കൊണ്ട് നീ എന്നെ ഓവർടേക്ക് ചെയ്യും. പക്ഷേ നിനക്ക് അതിനുള്ള ഭാഗ്യമില്ല. നിന്നെ ഞാൻ ഇവിടെ ഇപ്പം അവസാനിപ്പിക്കാൻ പോവുകയാണ്. അങ്ങനെ പറഞ്ഞ ഫാങ് ആരോൺ അയാളുടെ കൈ ഒന്ന് അനക്കിയതും അയാളുടെ കയ്യിൽ ഒരു വാള് പ്രത്യക്ഷപ്പെടുകയാണ്. അയാള് ആ വാള് തൂക്കിയിട്ടിരിക്കുന്ന ആ ഉറയിൽ നിന്ന് വാള് വലിച്ചൂരിയതും നീല് ആ മുറിഞ്ഞ സോഡ് കയ്യിലെടുത്തു. നീല് ആ മുറിഞ്ഞ സോഡ് കയ്യിലെടുത്തതും ഫാങ് ആരോൺ ആ വാളുമായി മുന്നോട്ട് കുതിച്ച് ആഞ്ഞൊരൊറ്റ വെട്ട്. അയാളുടെ ആ വെട്ട് ശരിക്കും ഒരു സോഡ് മാസ്റ്റർക്ക് മാത്രം സാധ്യമാകുന്ന ശൈലിയിൽ നിർമ്മിക്കപ്പെട്ട ഒരു ആക്ഷനാണ്. അനവധി സോഡുകൾ ഒരുമിച്ച് ഒരാളെ അറ്റാക്ക് ചെയ്യുന്ന ഒരു പ്രതീതി ഉണ്ടാക്കുന്ന ശൈലിയിൽ ആ സോഡ് നീലിനെതിരെ പാഞ്ഞു വന്നപ്പോൾ നീല് തന്നെ മുറിഞ്ഞ സോഡുമായി ആകാശത്തേക്ക് ഒന്ന് കുതിച്ചു ഒരൊറ്റ വെട്ട്. നീലിന്റെ ആ സോഡ് മുകളിൽ നിന്ന് താഴേക്ക് അങ്ങനെ പാഞ്ഞു വരുമ്പോൾ ഒരു വൻ പ്രകാശം നീലിന്റെ ആ സോഡുമായി ബന്ധപ്പെട്ട് ആകാശ താഴേക്ക് ഇങ്ങനെ പാഞ്ഞു വരികയാണ്. ഈ സമയത്ത് അവിടെ കൾട്ടിവേറ്റേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് ഒരു കാഴ്ച കാണും. നീലിന്റെ ബോഡിക്ക് ചുറ്റുമായി ചുവന്ന നിറത്തിലുള്ള ഒരു ഡ്രാഗൺ അങ്ങനെ ചലിക്കുന്ന കാണാം. ശരിക്കും ഒരു മാന്ത്രിക ഇമേജ് പോലെ ഒരു ഡ്രാഗൺ നീലിന്റെ ബോഡിക്ക് ചുറ്റും ഇപ്പോ ഉണ്ടായിട്ടുണ്ട്. സാധാരണ വ്യക്തികളുടെ കണ്ണിൽ ആ ഡ്രാഗൺ പതിയില്ല എന്ന് മാത്രം. അങ്ങനെ പതിയാൻ വേണ്ടിയുള്ള ഒരു കട്ടി അതിനില്ല, ഒരു നേർത്ത ഇമേജ്. പക്ഷെ കൾട്ടിവേറ്റേഴ്സ് ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അവർക്ക് ആ കാഴ്ച കാണാൻ പറ്റും. രണ്ടുപേരുടെയും സോഡുകൾ തമ്മിൽ കൂട്ടിമുട്ടിയതും രണ്ടുപേരും ഒന്ന് പുറകോട്ട് മാറി. അതിശക്തരായ 2 യോദ്ധാക്കൾ മുഖാമുഖം നിൽക്കുകയാണ്. നീൽ റിവർ സിറ്റിയിലേക്ക് എത്തിയതിനു ശേഷം ഏറ്റുമുട്ടിയ ഏറ്റവും ശക്തനായ യോദ്ധാവാണ് തന്നെ എതിരിടുന്നതെന്ന് നീലിന് ആ നിമിഷം മനസ്സിലായി. നീലിന് പക്ഷെ ഭയക്കേണ്ട കാര്യമില്ല. സംസാര ഗ്രേവ് യാർഡിനകത്ത് അതിശക്തനായ ഒരു യോദ്ധാവ് റെഡിയായി നിൽപ്പുണ്ട്. ആ ശവകുടീരം ഒന്ന് ആക്ടിവേറ്റ് ചെയ്താൽ ആ നിമിഷം
ആ ആളുടെ സപ്പോർട്ട് നീലിന് കിട്ടും. അതുകൊണ്ട് തന്നെ നീലിന് ആ 99-ാം റാങ്കാരനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഭയമൊന്നുമില്ല. തന്റെ ആ സോഡ് കൊണ്ടുള്ള അറ്റാക്കിനെ നീല് ആ മുറിഞ്ഞ സോഡ് കൊണ്ട് തടുത്തപ്പോൾ ഫ്രാങ്ക് ആരോണിന്റെ മുഖത്തെ പുഞ്ചിരി ഒന്നുകൂടി ഒന്ന് വർദ്ധിച്ചു. അയാൾക്ക് ശക്തനായ ഒരു എതിരാളിയെ കിട്ടിയതിന്റെ സന്തോഷമാണ്. അയാൾ ചിരിച്ചുകൊണ്ട് നീലിനോട് പറഞ്ഞു, നിന്നെക്കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിരുന്നു. നിനക്ക് വേണമെങ്കിൽ അഭിമാനിക്കാം. എന്റെ കൈ കൊണ്ട് നീ കൊല്ലപ്പെടുന്നതിനെ കുറിച്ച് ആലോചിച്ചു. നിന്നെപ്പോലെ ഒരുത്തൻ എന്റെ കൈയാൽ കൊല്ലപ്പെട്ടു എന്നുള്ളത് നാളെ സ്വാഭാവികമായിട്ടും ഒരു വാർത്തയായി മാറും. കൊന്ന ആളും കൊല്ലപ്പെട്ട ആളും വാർത്തയുടെ ഭാഗമാണ്. അങ്ങനെ നിനക്കും ഫേമസ് ആവാം. അയാൾ അങ്ങനെ പറഞ്ഞിട്ട് അയാളുടെ വാള് 2 കൈ കൊണ്ടും അത് പിടിക്കുകയാണ്. അയാൾക്ക് ഒരുപാട് സോ ടെക്നിക്കുകൾ അറിയാമെന്ന് അയാൾ ആ വാള് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആ രംഗം കണ്ടാൽ അറിയാം. നീല് അയാളെ തന്നെ കൗതുകപൂർവ്വം നോക്കുമ്പോൾ പെട്ടെന്നാണ് അവിടെ ഒരു വെടിയുടെ ശബ്ദം കേൾക്കുന്നത്. ആ വാതിൽ തള്ളി തുറന്നുകൊണ്ട് ആകാശത്തേക്ക് വെടിയുതിർത്തുകൊണ്ട് ഒരു ടീം ഓടി ഉള്ളിലേക്ക് വരികയാണ്. ഓടി വരുന്ന ടീമിന്റെ മുന്നിലുള്ളത് സാക്ഷാൽ ലീ ഷുവാനാണ്. ലീ ഷുവാനൊപ്പം ഈ എങ്ങുമുണ്ട്. വന്നിരിക്കുന്നത് ഡ്രാഗൺ സോൾ യോദ്ധാക്കളാണെന്ന് അവരുടെ യൂണിഫോം വിളിച്ചു പറയുകയാണ്. ഡ്രാഗൺ സോളരെ കണ്ടതും ഫ്രാങ്ക് ആരോൺ ലീ ഷുവാനോട് ചോദിച്ചു, ലീ ഷുവാൻ എന്താ ഇവിടെ? മിസ്റ്റർ ഫ്രാങ്ക് ആരോൺ, നീൽഗിരി ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളാണ്. നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളോ? അതെങ്ങനെ? നീൽഗിരി ഡ്രാഗൺ സോളിന്റെ ചീഫ് ഇൻസ്ട്രക്ടറാണ്. നീൽഗിരിയെ ഞങ്ങള് കൊണ്ടുപോവുകയാണ്. ലീ ഷുവാൻ ഡ്രാഗൺ സോളിന്റെ ഓപ്പറേഷണൽ ഹെഡാണ്. ലീ ഷുവാനെ കുറിച്ച് നന്നായിട്ട് അറിയാം ഫ്രാങ്ക് ആരോൺ. ഫ്രാങ്ക് ആരോൺ ലീ ഷുവാനെയും ഈ എങ്ങിനെയും കൂടെയുള്ള ആ ഡ്രാഗൺ സോളുകാരെയും ഒന്ന് തറപ്പിച്ചു നോക്കുമ്പോൾ ഫ്രാങ്ക് ആരോൺ അവിടെ വീണ് കിടക്കുന്ന ആ പരിക്കേറ്റ ആളുകളൊക്കെ പറക്കിയെടുത്തു തുടങ്ങി. ആ ആളുകളെ അയാൾ പറക്കിയെടുക്കുമ്പോൾ അയാളുടെ ടീം അംഗങ്ങൾ ഒത്തിരി പേര് അകത്തേക്ക് വന്നു. അവരെല്ലാവരും ചേർന്ന് അവിടെ വീണ് കിടക്കുന്ന ആ 1 ഡസൻ ആളുകളെയും ആ പ്രായമുള്ള മനുഷ്യനെയൊക്കെ പിറക്കി പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഫ്രാങ്ക് ആരോൺ ഒരു ശബ്ദം കേട്ടു. ഏയ്, നിനക്ക് ഇവിടുന്ന് പോകാനുള്ള അനുവാദം ഞാൻ നൽകിയില്ലല്ലോ. ആ ശബ്ദം കേട്ടതും ഫ്രാങ്ക് ആരോൺ ഒന്ന് തിരിഞ്ഞു. അയാൾക്ക് വിശ്വസിക്കാനാവാത്ത ഒരു കാര്യമാണ് അയാൾ കേട്ടത്. ശബ്ദം കേട്ട ദിക്കിലേക്ക് അയാൾ നോക്കുമ്പോൾ അത് നീലാണ്. നീലിനെ അയാൾ കൗതുകത്തോട് നോക്കുമ്പോൾ നീല് അയാളോട് പറഞ്ഞു, നമ്മൾ തമ്മിലുള്ള ഫൈറ്റ് നടക്കുമ്പോൾ ഞാൻ പറയാതെ നീ ഇവിടുന്ന് പോയാൽ ശരിയാകില്ലല്ലോ. ലീ ഷുവാൻ ആ ഫൈറ്റ് അവസാനിപ്പിക്കാനായിട്ട് ഒരു ശ്രമം നടത്തിയപ്പോൾ ഇതാ നീല് ആ ഫൈറ്റ് തുടരണമെന്ന് പറയുകയാണ്. അത് മനസ്സിലാക്കിയ ഫ്രാങ്ക് ആരോന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞപ്പോൾ നീല് അയാളോട് പറഞ്ഞു, നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇന്നേക്ക് 5-ാം ദിവസം മാർഷൽ ആർട്സ് അസോസിയേഷന്റെ ആ അവന്യൂവിൽ ഒരു ഡെത്ത് മാച്ച് വെക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ചലഞ്ച് സ്വീകരിക്കാം. നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ ഞാനിങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് അങ്ങ് വിചാരിച്ചാൽ മതി. നീലിന്റെ ആ ഡയലോഗ് ശരിക്കും ലീ ഷുവാനെയും ഈ എങ്ങിനെയും ഉൾപ്പെടെ സകലരെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. ഫ്രാങ്ക് ആരോൺ വല്ലാത്തൊരു കൗതുകത്തോടെ നീലിനൊന്ന് നോക്കിയിട്ട് അറിയാതെ ചിരിച്ചു പോവുകയാണ്. ചലഞ്ച് എന്നോടോ? ഓക്കെ നീൽ, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നിന്റെ ആഗ്രഹത്തിന് ഞാൻ എതിർ നിൽക്കുന്നില്ല. 5 ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് പരസ്പരം കാണാം. അങ്ങനെ അയാൾ പറഞ്ഞിട്ട് തിരിച്ച് നടക്കുന്നിടയിൽ അയാൾ ലീ ഷുവാനോട് പറഞ്ഞു, ലീ ഷുവാൻ, ഇനി നീ എന്ത് ചെയ്യും? ഇന്ന് നീ അവനെ രക്ഷിച്ചു, 5 ദിവസം കഴിയുമ്പോഴോ? അതിന് മറുപടിയായി ലീ ഷുവാൻ പറഞ്ഞു, ഹേയ്, ഞാൻ ഇവിടേക്ക് വന്നത് മിസ്റ്റർ ഗ്രിയെ രക്ഷിക്കാനൊന്നുമല്ല. ഞാൻ വന്നത് നിങ്ങളെ രക്ഷിക്കാനാണ്. ലീ ഷുവാന്റെ ഡയലോഗ് കേട്ടപ്പോ ഫ്രാങ്ക് ആരോൺ അറിയാതെ ചിരിച്ചു പോവുകയാണ്. അയാളുടെ പൊട്ടി വരുന്ന ചിരി അയാൾക്ക് ഇങ്ങോട്ട് ഒതുക്കാൻ പറ്റുന്നില്ല. പൊട്ടി ചിരിച്ചുകൊണ്ടാണ് അയാള് പുറത്തേക്ക് ഇറങ്ങിയത്. അയാൾ അങ്ങനെ ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ലീ ഷുവാന്റെ മനസ്സിൽ ആ രംഗം അങ്ങനെ തെളിഞ്ഞു നിൽക്കുകയാണ്. അയാളും ഈ എങ്ങും കൂടി അയാളുടെ മുറിയിലെ കമ്പ്യൂട്ടറിൽ കണ്ട ആ ചിത്രങ്ങൾ, ആ വീഡിയോ, ആ മാർഷൽ ആർട്സ് അവന്യൂവിൽ നീലിന്റെ ആ ഫൈറ്റ് നടക്കുന്ന സമയത്ത് റെക്കോർഡ് ചെയ്യപ്പെട്ട ആ വീഡിയോ, ഈ എങ്ങിന്റെ ഡ്രസ്സിൽ ഒളിപ്പിച്ചു വെച്ച ക്യാമറ പകർത്തിയെടുത്ത ആ വീഡിയോ, അത് ഇപ്പോഴും ഈ എങ്ങിന്റെയും അതുപോലെ ലീ ഷുവാന്റെയും കണ്ണുകളിലുണ്ട്. അന്ന് അവരെ കണ്ടതാണ്. ഏകദേശം 100 മീറ്ററുകൾക്ക് അപ്പുറത്ത് ഓടിപ്പോകുന്ന ഒരാളിനെ നീല് കൈയൊന്ന് ചലിപ്പിച്ച് വായുവിലൂടെ ഒരു വാള് സൃഷ്ടിച്ച് ആ അദൃശ്യ വാള് ആ ഓടിപ്പോകുന്ന ആളുടെ കഴുത്ത് ഖണ്ഡിക്കുന്ന രംഗം, ആ കാഴ്ച നീലിന്റെ ശക്തി വിളിച്ചു പറയുന്ന ഒരു കാഴ്ചയാണ്. അന്ന് ആ 100 മീറ്ററിന് അപ്പുറത്തുള്ള ആ ആളെ കൊന്ന നീലിന് ഫ്രാങ്ക് ആരോണിനെ കൊല്ലാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് ലീ ഷുവാന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അയാൾ ആ ശൈലി പറഞ്ഞത്. പക്ഷെ അത് മനസ്സിലാക്കാതെ ഫ്രാങ്ക് ആരോൺ ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുമ്പോൾ നീല് ലീ ഷുവാനോടും ഈ എങ്ങിനോടും യാത്ര പറഞ്ഞ് നേരെ എത്തിയത് ഷെൻ ഹാരിയും അങ്കിൾ വാങ്ങും ആൻഡ് ഷാങ്ങും വിക്കി വാങ്ങും ഉള്ള സ്ഥലത്താണ്. നീൽ അവിടെ എത്തുമ്പോൾ സാക്ഷാൽ ഷു യാനിമയും അവിടെ ഉണ്ട്. നീല് വിക്കിയും
അങ്കിളിനെയും ആന്റിയൊക്കെ നോക്കുമ്പോൾ അവർക്കൊന്നും വലിയ പരിക്കുകളില്ല. പരിക്ക് ഷെൻഹാരിക്കാണ്. ഷെൻഹാരിയെ പരിശോധിച്ച നീല് ഷെൻഹാരിക്ക് ആവശ്യമായ ചികിത്സ കൊടുക്കുമ്പോൾ യാനിമയുടെ കണ്ണിങ്ങനെ തള്ളി വരികയാണ്. ഈ നീല് ഒരു മാർഷൽ ആർട്ടിസ്റ്റ് ആണെന്നുള്ള കാര്യം അവൾക്കറിയാം. പക്ഷെ ഇപ്പൊ അവൾ കാണുന്നത് ഡോക്ടർ നീലിനെയാണ്. നീൽ അതിവേഗതയിലാണ് ഷെൻഹാരിയെ ചികിത്സിക്കുന്നത്. ചികിത്സിച്ചെന്ന് മാത്രമല്ല, ഹാരിക്ക് ഒരു മരുന്നും നീല് കൊടുക്കുകയും ചെയ്തു. നീല് അതിനുശേഷം നീല് ഷെൻഹാരിയും കൂടെയുള്ള ആളുകളെയും യാത്രയാക്കി കഴിഞ്ഞപ്പോൾ യാനിമ നീലിന്റെ അടുത്തേക്ക് വന്നു. മിസ്റ്റർ ഗ്രീ, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. യാനിമ നേരത്തെ നീലിന് വേണ്ടി ഇടപെട്ടത് നീല് കണ്ടതാണ്. ആ സമയത്ത് നീല് അവരെ പൂർണ്ണമായി ഒഴിവാക്കിയെങ്കിലും അവരുടെ ആ നല്ല മനസ്സ് നീലിന് മനസ്സിലാകും. നീൽ അതുകൊണ്ട് തന്നെ യാനിമ പറയുന്നത് കേൾക്കാനായി യാനിമയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ യാനിമ നീലിനോട് പറഞ്ഞു, മിസ്റ്റർ ഗ്രീ, നിങ്ങൾ ആവശ്യപ്പെട്ടത് തരാൻ ഞാൻ റെഡിയാണ്. യാനിമ എന്താ പറഞ്ഞു വരുന്നത്? മിസ്റ്റർ ഗ്രീ, നിങ്ങളുടെ ആ ബ്രോക്കൺ സോഡ് റിപ്പയർ ചെയ്യാൻ മെറ്റീരിയൽ ആവശ്യപ്പെട്ടിരുന്നില്ലേ? അത് തരാൻ ഞാൻ തയ്യാറാണ്. ഞാൻ മാത്രമല്ല, എന്റെ കുടുംബവും തയ്യാറാണ്. നീലിന് ശരിക്കും ആ വാർത്ത വല്ലാത്തൊരു അമ്പരപ്പുണ്ടാക്കിയെന്ന് പറയാം. ഹൂ കുടുംബത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട ഒന്നാണ് ആ വാള്. ആ പൊട്ടിപ്പോയ വാളിന് വേണ്ടി അവരെന്തും കൊടുക്കാൻ തയ്യാറാണ്. ഇപ്പൊ അവരുടെ ആ തീരുമാനം മാറ്റിയിരിക്കുകയാണ്. നീല അമ്പരപ്പോടെ യാനിമയോട് ചോദിച്ചു, ഹേയ് യാനിമ, ഈ വാള് നിങ്ങൾക്ക് വേണമെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? മിസ്റ്റർ ഗ്രീ, ഞങ്ങള് ഒന്നുകൂടി ഒന്ന് റീസ്റ്റഡി ചെയ്തു. ശരിക്കും ആ വാള് നിങ്ങൾക്ക് വേണ്ടത് അതൊരു സ്പിരിച്വൽ സോഡാണ്. അതിനകത്തുള്ള സ്പിരിച്വൽ എനർജി നിങ്ങൾക്ക് വഴങ്ങുന്നുവെന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് മാത്രമല്ല, ഞങ്ങളുടെ ഫാമിലി ഹെഡിനും ആ കാഴ്ച അതാണ് മനസ്സിലാക്കിപ്പിച്ചത്. നിങ്ങൾക്ക് വഴങ്ങുന്ന ആ വാള് നന്നാക്കാൻ ആവശ്യമായ മെറ്റീരിയൽ ഞങ്ങളുടെ കൈവശമാണ് ഉള്ളത്. അത് ഞങ്ങൾ നിങ്ങൾക്ക് തരാം. അങ്ങനെ യാനിമ പറഞ്ഞതും നീല് യാനിമയോട് ചോദിച്ചു, പകരം ഞാൻ എന്താ ചെയ്യേണ്ടത്? ഹേയ് മിസ്റ്റർ ഗ്രീ, അങ്ങനെ ഒന്നും വേണ്ട. ഇത് ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന ഒരു ഉപഹാരമായി കരുതുക. എത്രയോ നാളുകളായി ഞങ്ങളുടെ കൈവശം ഇരിക്കുന്നതാണ് ആ മെറ്റീരിയൽ. ആ മെറ്റീരിയൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കുടുംബം ഉണ്ടാക്കിയ വാള് വീണ്ടും ശക്തി വീണ്ടെടുക്കുന്നു എന്ന് അറിയുന്നത് തന്നെ ഞങ്ങൾക്കൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. യാനിമ അങ്ങനെ പറഞ്ഞപ്പോ നീല് പിന്നെ ഒന്നും പറഞ്ഞില്ല. എന്തായാലും താൻ യാനിമയോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് നീലിന്റെ മനസ്സിൽ ഒരു ചിന്ത കടന്നു വരുമ്പോൾ യാനിമ നീലിനോട് പറഞ്ഞു, നാളെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വരികയാണെങ്കിൽ മെറ്റീരിയൽസ് ഞാൻ ഹാൻഡ് ഓവർ ചെയ്യാം. അങ്ങനെ യാനിമ പറഞ്ഞതും നീല് ആ സോഡ് റിപ്പയർ ചെയ്യാൻ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും കൂടി അവിടെ ഒരുക്കുകയാണെങ്കിൽ അത് നന്നായിരിക്കുമെന്ന് യാനിമയോട് പറഞ്ഞു. അത് അങ്ങനെ തന്നെ ചെയ്യാമെന്ന് യാനിമ നീലിനോട് സമ്മതിച്ചു. പിറ്റേന്ന് രാവിലെ 10 മണിക്ക് നീല് ആ ബസ്സിലെത്താമെന്ന് വാക്കുകൊടുത്ത് രണ്ടുപേരും രണ്ടു വഴിക്കായി പിരിഞ്ഞു. നീല് പുറത്തു വരുമ്പോ അവിടെ ഈ ബ്രൗൺ കുടുംബത്തിലെ ആളുകളും അതുപോലെ റൂട്ട് കുടുംബത്തിലെ ആളുകൾ ഉൾപ്പെടെ പലരും അമ്പരപ്പോടെ നീലിനെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അവരാരും വിചാരിച്ചിരുന്നില്ല ഇന്നത്തെ കളി ഈ ശൈലിയിലാകുമെന്ന്. ചാങ് ആവോ സകലരും ഭയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ്. ആ ചാങ് ആവോയെ മാർഷൽ ആർട്സ് ഡിപ്പാർട്ട്മെന്റിന്റെ തലവൻ നോക്കി നിൽക്കുമ്പോൾ നീലങ്ങനെ കരുത്തറുത്ത് കൊല്ലുമെന്ന് അവരെങ്ങനെയാ കരുതുക? അങ്ങനെ ഒരു ചിന്ത പോലും ആരുടെ മനസ്സിലേക്ക് കടന്നു വരത്തില്ല. പക്ഷെ നീൽ അത് ചെയ്തിരിക്കുകയാണ്. ലീ ഷുവാൻ നേരത്തെ നീലിനോട് ആ കാര്യം പറയുകയും ചെയ്തു. ചാങ് ആവോയുടെ കഴുത്ത് ആ സമയത്ത് അറുത്തത് അറിഞ്ഞിട്ടാണ് ലീ ഷുവാൻ ആ ഡയലോഗ് പറഞ്ഞത്. ആ ഫെങ്ങിനോട് ഒരു ഫൈറ്റ് വെക്കേണ്ടായിരുന്നു എന്നാണ് ലീ ഷുവാൻ പറഞ്ഞത്. അതിന് മറുപടിയായി നീൽ ലീ ഷുവാനോട് താൻ എന്തുകൊണ്ട് അത് തീരുമാനിച്ചു കാര്യം സൂചിപ്പിച്ചു. എന്തായാലും മാർഷൽ ആർട്സ് ഡിപ്പാർട്ട്മെന്റുമായി താൻ ഉടക്കിക്കഴിഞ്ഞു. ആ സ്ഥിതിക്ക് അവന്മാര് നീലിനെ വെറുതെ വിടില്ല എന്ന് ഉറപ്പുള്ള സ്ഥിതിക്ക് അവന്മാരെ തീർക്കുന്നതാണ് നല്ലത്. അവരുടെ ഏറ്റവും വലിയ ശക്തി ഈ ഫെങ് ആയിരിക്കും. ആ ഫെങ്ങിനെ അങ്ങ് തീർത്താൽ ഒരുമാതിരിപ്പെട്ട ആളുകളൊക്കെ ഈ സംഭവത്തിൽ നിന്ന് ഒന്ന് പിന്മാറിക്കൊള്ളും. നീലിനെ ആക്രമിക്കുന്ന സംഭവങ്ങളിൽ നിന്ന് ഒന്ന് പിന്മാറിക്കൊള്ളും. ഇന്ന് നീല് യഥാർത്ഥത്തിൽ അവിടെ ചെയ്തതും അതാണ്. ചാങ് ആവോ അതിശക്തനായ യോദ്ധാവാണ്. ചാങ് ആവോ അയാളുടെ 60th ബർത്ത്ഡേ ആഘോഷിക്കാനായി ആ ടാങ്മൻ മേഖലയിലുള്ള ആ സിറ്റിയിലെ പ്രമുഖരെ മുഴുവൻ വിളിച്ചു വരുത്തിയിരുന്നു. ആ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ നീല് ചാങ് ആവോയുടെ ആ കഴുത്ത് ഖണ്ഡിച്ചപ്പോൾ നീല് അറിയാതെ അവിടെ ഒരു കാര്യം സൃഷ്ടിച്ചിരിക്കുകയാണ്, ഭയം. ആ സിറ്റിയിലെ സകല ആളുകളുടെയും മനസ്സിൽ ഇപ്പോ ഒരു ഭയം ഉണ്ടായിരിക്കുകയാണ്. ആ ഭയം അത് അനിവാര്യമായി ആവശ്യമാണ്. ആ ഭയം ഉണ്ടെങ്കിൽ പിന്നീട് നീലിന്റെ വഴി കയറി ചൊറിയാൻ അവർ നിൽക്കത്തില്ല. നീൽ ആ കാര്യം നേരത്തെ ലീ ഷുവാനോട് പറഞ്ഞിരുന്നു. ഇപ്പൊ നീല് പുറത്തേക്ക് വരുമ്പോ നീലത് കാണുകയാണ്. സകലയുടെ മുഖത്തും വല്ലാത്തൊരു ബഹുമാനം. അവിടെ ഈ ബഹുമാനമൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് നീലിന്റെ വസതിയിലേക്ക് യാത്ര തുടങ്ങുമ്പോൾ അങ്ങ് അകലെ ഒരു വലിയ ബിൽഡിങ്ങിന്റെ വാതിലിന് മുന്നിൽ ആ ക്വീൻ കുടുംബത്തിലെ ആളുകളൊക്കെ നിൽക്കുകയാണ്. അവർ കുറെ നേരമായി കുറെ നാളുകളായി അവിടെ കാത്തു നിൽക്കുകയാണ്. റിച്ചാർഡ്സൺ അവന്റെ പിതാവ്
കാൻഹായിയോട് ചോദിക്കുകയാണ്, അച്ഛാ നമ്മൾ എത്ര ദിവസം വെച്ചാ ഇങ്ങനെ കാത്തു നിൽക്കുക? ഏയ് റിച്ചാർഡ്, നമുക്ക് ഇതല്ലാതെ വേറെ മാർഗമില്ല. ഇദ്ദേഹത്തിന് സഹായം കിട്ടിയാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും നോക്കേണ്ടതില്ല. ക്വീൻ കുടുംബത്തിന്റെ ശക്തി ഒരുപാട് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ഉടമ്പടിയാണ് യഥാർത്ഥത്തിൽ അവർ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത്. അവര് കാണാൻ ആഗ്രഹിക്കുന്ന ആ മാർഷൽ ആർട്ടിസ്റ്റ് അതിശക്തനാണ്. ആ മാർഷൽ ആർട്ടിസ്റ്റിന്റെ പിന്തുണ ക്വീൻ കുടുംബത്തിന് കിട്ടിയാൽ പിന്നെ ക്വീൻ കുടുംബം പറയുന്നതായിരിക്കും നിയമം. അക്കാര്യം ക്വീൻ കുടുംബത്തിന്റെ തലവനായ ക്വീൻ കാൻഹായിക്ക് നന്നായി അറിയാം. കാൻഹായി ആ കാര്യങ്ങളൊക്കെ മകനായ റിച്ചാർഡ്സിനോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ബിൽഡിങ്ങിന്റെ വാതിൽ മലർക്കെ തുറക്കപ്പെടുന്നത്. അവിടുന്ന് പുറത്തേക്ക് വന്നത് ലേശ പ്രായമുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ അയാളുടെ നടത്തം കാണുമ്പോൾ അറിയാം അയാള് അമാനുഷ്യനായ ഒരു യോദ്ധാവാണെന്ന്. അയാൾ നടന്ന് ആ കൂടി നിൽക്കുന്ന ആളുകളുടെ മുന്നിലേക്ക് വന്നു. ഏയ്, നിങ്ങൾ കുറെ ദിവസമായി ഇവിടെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണല്ലോ. കൾട്ടിവേഷനിലാണെങ്കിലും ഞാൻ നിങ്ങളുടെ സാന്നിധ്യം അറിയുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്താ വേണ്ടേ? അയാൾ ആ ചോദ്യം ചോദിച്ചതും കാൻഹായി ഉൾപ്പെടെ എല്ലാ ആളുകളും അയാളെ കൈകൂപ്പി തൊഴുതിട്ട് അയാളോടായി പറഞ്ഞു, മാസ്റ്റർ, ഞങ്ങള് അങ്ങയുടെ ഒരു സഹായം തേടി വന്നതാണ്. എന്റെ സഹായമോ? എന്ത് സഹായമാണ് നിങ്ങൾക്ക് വേണ്ടത്? മാസ്റ്റർ, സഹായം നൽകുന്നതിന് മുമ്പ് അങ്ങ് ഉപഹാരം സ്വീകരിച്ചാൽ. അങ്ങനെ പറഞ്ഞ കാൻഹായി ഒരു ചെറിയ ബോക്സ് ആ മനുഷ്യന് ഹാൻഡ് ഓവർ ചെയ്തു. ആ മനുഷ്യൻ ആ ബോക്സ് തുറന്നപ്പോൾ അതിനകത്ത് ഒരു പ്രത്യേക രീതിയിലുള്ള കീ ആണ് കണ്ടത്. ആ കീ കണ്ട അയാള് ആ കീ കയ്യിലെടുത്തു. ആ കീ തിരിച്ചു മറിച്ച് നോക്കിയ ആ മനുഷ്യൻ കാൻഹായോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ കുള്ളൻ മൗണ്ടനുമായി എന്താ ബന്ധം? കുള്ളൻ മൗണ്ടനോ? തിരിച്ച് കാൻഹായി അങ്ങനെ ചോദിച്ചപ്പോ ആ മനുഷ്യന് ആ കാര്യം മനസ്സിലായി. കുള്ളൻ മൗണ്ടന്റെ താഴ്വാരത്തുള്ള ഒരു മലനിരയിലാണ് അയാളുടെ ഈ വസതി. ഇതിന്റെ പുറകിലാണ് കുള്ളൻ മൗണ്ടൻസ്. അവിടെയുള്ള ഒരു പ്രത്യേക സംവിധാനത്തിന്റെ താക്കോലാണ് യഥാർത്ഥത്തിൽ ആ മനുഷ്യൻ ഇപ്പോൾ കയ്യിൽ വെച്ചിരിക്കുന്നത്. ആ താക്കോലിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ശരിക്കും കുള്ളൻ മൗണ്ടനിലേക്കുള്ള എൻട്രിയാണ് ആ താക്കോൽ. ആ താക്കോല് ഉള്ള ഏതൊരാൾക്കും ഏത് സമയത്ത് വേണമെങ്കിലും കുള്ളനിലേക്ക് കടന്നു ചെല്ലാൻ പറ്റും. ഈ വന്നിരിക്കുന്ന ആളുകൾക്ക് അതിനെക്കുറിച്ച് ഒരു കാര്യവും അറിയില്ല. അത് ആ മനുഷ്യന് മനസ്സിലായി. അയാൾ ആ താക്കോല് ഭദ്രമായി ആ പെട്ടിക്കകത്ത് വെച്ച് അടച്ച് തന്റെ പുറകിൽ നിൽക്കുന്ന ആളിലേക്ക് ഹാൻഡ് ഓവർ ചെയ്തതിനു ശേഷം കാൻഹായോട് ചോദിച്ചു, ഞാൻ ഉള്ള കാലം നിങ്ങൾക്കൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. 1 മാസം എന്തായാലും ഞാൻ നിങ്ങൾക്കൊപ്പം നിൽക്കാം. 1 മാസമേ പുള്ളി അവർക്കൊപ്പം ഉണ്ടാവുമെന്ന് കേട്ടപ്പോ കാൻഹായിക്ക് കൂട്ടർക്കും വല്ലാത്ത വിഷമം. അവരുടെ മുഖത്തെ ആ വിഷമം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ മനുഷ്യൻ അവരോട് പറഞ്ഞു, പക്ഷെ പേടിക്കണ്ട, ഈ 1 മാസത്തിനുള്ളിൽ ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ എന്റെ ശിഷ്യനാക്കി മാറ്റി ആ ആളെ അതിശക്തനാക്കാം. അത് കേട്ടതും കാൻഹായിക്കും കൂട്ടർക്കും വല്ലാത്തൊരു സന്തോഷമുണ്ടായി. കാൻഹായി ഉടനെ റിച്ചാർഡ്സിനെ മുന്നോട്ട് കയറ്റി നിർത്തി ആ മനുഷ്യനോട് പറഞ്ഞു, മാസ്റ്റർ, ഇത് എന്റെ മകൻ റിച്ചാർഡ്സനാണ്. അങ്ങയുടെ ശിഷ്യനായി ഇവനെ പരിഗണിച്ചൂടെ? ആ ഓൾഡ് മാസ്റ്റർ റിച്ചാർഡ്സിനെ ഒന്ന് സ്കാൻ ചെയ്തു. ക്വീൻ റിച്ചാർഡ്സൺ ശരിക്കും അതിശക്തനാണ്. അവന്റെ ബോഡി ഒന്ന് സ്കാൻ ചെയ്ത ആ ഓൾഡ് മാസ്റ്റർ റിച്ചാർഡ്സിന്റെ പിതാവ് കാൻഹായോട് പറഞ്ഞു, ഓക്കെ, ഇവൻ മതി, ഇവനെ ഞാൻ ശരിക്കും ശക്തനാക്കി മാറ്റും. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ അയാളുടെ പോക്കറ്റിൽ നിന്ന് ഒരു ഗുളിക എടുത്ത് റിച്ചാർഡ്സിന് കൊടുത്തു. ഈ മെഡിസിൻ പിൽ നിനക്ക് ഉപയോഗപ്പെടും. വളരെ അമൂല്യമായ ഒരു മരുന്നാണ് ആ മനുഷ്യൻ റിച്ചാർഡ്സിന് കൊടുത്തത്. ഈ ഗുരുക്കന്മാരെ കിട്ടുന്നുള്ള ഗുണം അതാണ്. പ്രത്യേകിച്ച് കുള്ളൻ മലനിരകളുമായി ബന്ധപ്പെട്ട ഗുരുക്കന്മാർ, അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. അവരുടെ കയ്യിൽ ഇതുപോലുള്ള മരുന്നുകളുടെ വൻ ശേഖരമുണ്ട്. അതറിയാവുന്നത് കൊണ്ടാണ് ഈ കുടുംബം കുള്ളൻ മലനിരയുമായി ബന്ധപ്പെട്ട ആ സ്ഥലത്ത് കൂടെ വരുന്നത്. ശരിക്കും അവർക്ക് ഈ കുള്ളൻ മലനിരകളിലേക്ക് പോകാൻ ഇതുവരെയും പറ്റിയിട്ടില്ല. ആ മലനിരയിലേക്ക് പോകുന്നതിന് മുന്നോടിയായി ചെറിയ മലകളുണ്ട്. അവിടേക്ക് ധാരാളം ആൾക്കാർ താമസിക്കുന്നുണ്ട്. കുള്ളൻ മലനിരകളിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ ഈ പുറത്ത് താമസിക്കുന്ന ആളുകളൊക്കെ. പല കുറ്റങ്ങളുടെ പേരിലും ഈ കുള്ളൻ മലനിരകളിലുള്ള ആളുകൾ പുറത്താക്കപ്പെടാറുണ്ട്. അത്തരം ആളുകൾ ഹക്സിലേക്ക് പോവാതെ ആ മലയുടെ അടുത്തിന് തമ്പടിക്കും. കാരണം അവിടെ സ്പിരിച്വൽ എനർജി ഉള്ളൂ. അത്തരത്തിൽ തമ്പടിച്ചിരിക്കുന്ന ഒരു കഥാപാത്രത്തെയാണ് ഈ ക്വീൻ കുടുംബത്തിലെ ആളുകൾ പോയി കണ്ടിരിക്കുന്നത്. അയാൾ അതിശക്തനാണെന്ന് അയാളെ കാണുന്ന ഏതൊരാൾക്കും അറിയാം. പക്ഷേ മലനിരയ്ക്കകത്ത് അയാള് ഒന്നുമല്ല എന്ന യാഥാർത്ഥ്യം സത്യത്തിൽ അയാൾക്ക് മാത്രമേ അറിയൂ. ഈ കഥ അവിടെ അങ്ങനെ നടക്കുമ്പോൾ നീല് തന്റെ വസതിയിലേക്ക് നീക്കൊണ്ടിരിക്കുകയാണ്. നീല് വീട്ടിലേക്ക് എത്തി. അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ നീലിന് ആ വീട്ടിനകത്ത് ഒരു ആളിന്റെ സാന്നിധ്യം അനുഭവപ്പെട്ടു. തിരിഞ്ഞു നോക്കാതെ തന്നെ നീലിന് ആളെ മനസ്സിലായി. ഹേയ് ഹാൻസിക, നിനക്ക് വാതിലില് തട്ടിയിട്ട് അകത്ത് വന്നാൽ പോരെ? അതിന് മറുപടി പറയാതെ ഹാൻസിക നടന്ന് നീല് നിൽക്കുന്ന അടുക്കളയ്ക്കകത്ത് കയറി ആ അടുക്കളയുടെ സ്ലാബിൽ കയറിയിരുന്നു. നീല് ഒരു കോഫി ഉണ്ടാക്കാനുള്ള തിരക്കിലാണ്. നീല് കോഫി ഉണ്ടാക്കുന്നത് കൗതുകത്തോടെ നോക്കുകയാണ് ഹാൻസിക.
കോഫി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നീലോടായി ഹാൻസിക ചോദിച്ചു, നീൽ, ശരിക്കും നീ എങ്ങനെയാ ഈ ടാങ് ഓവയെ അവസാനിപ്പിച്ചത്? ഹാൻസിക, ഞാനും അയാളും തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടായി, അയാളെ ഞാനങ്ങ് കൊന്നു. ഏയ് നീൽ, അതെനിക്കറിയാം. പക്ഷെ ഇത്രയും ആളുകൾ കണ്ടുകൊണ്ട് നിൽക്കേ പരസ്യമായിട്ട് ടാങ് ഓവയെ കൊലപ്പെടുത്താനുള്ള ആ ഒരു ധൈര്യം അത് നിനക്ക് എങ്ങനെ കിട്ടിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഹാൻസിക, അതൊക്കെ ജന്മന കിട്ടുന്നതാണ്. ഹാൻസികയ്ക്ക് ഇപ്പോൾ നീലിന്റെ കഥകളൊക്കെ അറിയാം. 8 കൊല്ലം മുമ്പുള്ള നീലിനെ നന്നായി അറിയാം, ഇപ്പോൾ ഉള്ള നീലിനെ അറിയാം. പക്ഷെ ഇതിനിടയ്ക്കുള്ള നീൽ മറ്റുള്ളവരെ പോലെ ഹാൻസികയ്ക്കും അജ്ഞാതമാണ്. എങ്ങനെയാണ് പഴയ നീൽ ഇപ്പോഴത്തെ നീലായി പരിണമിച്ചെന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം പലരും തേടുന്നുണ്ട്. ഹാൻസിക ഷൂമി പാലസിലെ അസാസിനാണ്. അവർക്ക് ലഭിക്കാത്ത ഇൻഫർമേഷൻസ് കുറവാണെന്ന് പറയാം. പക്ഷെ എന്നിട്ടും അവർക്ക് പോലും ആ ഇൻഫർമേഷൻ ഇതുവരെയും കിട്ടിയിട്ടില്ല. ഹാൻസികയ്ക്ക് ഒരു കപ്പ് കോഫി കൊടുത്തിട്ട് നീല് ഹാൻസികയോട് ചോദിച്ചു, ഹാൻസിക, നീ ഉള്ള കാര്യം പറ, ശരിക്കും എന്നെ എന്തിനാ നീ കാണാൻ വന്നത്? നീൽ, ഞാൻ വന്നത് ഷൂമി പാലസിന്റെ ഈ ജിയാങ്മെൻ മേഖലയുടെ ചുമതലക്കാരനായ മിസ്റ്റർ ലിങ്ഫാങ് പറഞ്ഞിട്ടാണ്. ലിങ്ഫാങ് എന്നോട് ആവശ്യപ്പെട്ടത് നീലിനെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് അയക്കണമെന്നാണ്. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് അയക്കണമെന്നോ എനിക്ക് മനസ്സിലായില്ല. നീൽ, ഷൂമി പാലസിലെ എല്ലാ ആളുകളും ഈ ദിവസം നിന്നെക്കുറിച്ച് മാത്രമാണ് ചർച്ച ചെയ്തത്. നിന്നെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ഒരുപാട് ഷൂമി പാലസിലേക്ക് എത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിന്നെ ഒന്ന് കാണണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടത്. നീ അദ്ദേഹത്തെ പോയി ഒന്ന് കാണണം. ഹേയ്, ഞാനെന്തിന് അദ്ദേഹത്തെ പോയി കാണണം? നിങ്ങളുടെ ഈ ഷൂമി പാലസ് എനിക്കെതിരായിട്ട് ഒരു അസാസിൻ ദൗത്യം ഏറ്റെടുത്തവരാണ്. എന്നെ കൊല്ലാൻ ആളെ വിട്ടത് നിങ്ങളാണ്. ആ നിങ്ങളെ ഞാനെന്തിന് വന്ന് കാണണം? നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാമല്ലോ. നീൽ, ഞാൻ പറയുന്നത് നോക്ക്, നീ പറഞ്ഞ വ്യക്തിക്ക് എന്നെ കാണണമെങ്കിൽ ആ ആളോട് എന്നെ വന്ന് കാണാൻ പറ. കൂടുതലൊന്നും പറയാനില്ലെങ്കിൽ നിനക്ക് സ്ഥലം വിടാം. ഹാൻസികയോട് നീലങ്ങനെ സംസാരിക്കുമ്പോൾ കുറെ ദൂരെ അങ്ങ് ക്യാപിറ്റൽ ഒരു രംഗം അരങ്ങേറുകയാണ്. അവിടെ സാക്ഷാൽ ജിയാൻ കുടുംബത്തിൽ ജിയാൻ ഫെങ് കൾട്ടിവേഷനിൽ ഇരിക്കുകയാണ്. ഒരു പുതിയ ബ്രേക്ക് ത്രൂ ജിയാങ് ജിൻഫെങ്ങിന് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ പവർ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി തന്റെ ഇടത് കൈയിലേക്ക് ഡാൻഡയിൽ നിന്ന് ആ ഇന്റേണൽ ഊർജ്ജം കേന്ദ്രീകരിച്ച് ജിയാങ് ജിൻഫിങ് കൈ ഒന്ന് ചൂണ്ടിപ്പിടിച്ചതും അയാളുടെ കയ്യിലൂടെ ഒരു പ്രകാശം ഇങ്ങനെ പാഞ്ഞു പോവുകയാണ്. ഏകദേശം ഒരു 25 മീറ്റർ അപ്പുറത്തായി ഒരു വലിയ പാറയിലേക്കാണ് ജിയാങ് ജിൻഫിങ് ആ കൈ ഇങ്ങനെ ചൂണ്ടിയത്. ആ നിമിഷത്തിൽ ആ കയ്യിൽ നിന്ന് പാഞ്ഞുപോയ പ്രകാശം ആ പാറ ചെന്നിടിച്ച് പാറ അങ്ങ് ചിതറി. ശരിക്കും ഒരു തോക്കിൽ നിന്ന് വെടിയുണ്ട പായും പോലെ ജിയാങ് ജിൻഫിങ്ങിന്റെ ആ കയ്യിലൂടെ അയാളുടെ ഇന്റേണൽ എനർജി പ്രകാശ രൂപത്തിൽ മുന്നോട്ട് പാഞ്ഞ് ആ പാറയെ തകർത്തിരിക്കുകയാണ്. അത് കണ്ടപ്പോ ജിയാങ് ജിൻഫിങ്ങിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. താനൊരു ബ്രേക്ക് ത്രൂ നേടിയിരിക്കുകയാണ്. അയാൾ അങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് ആ തകർന്ന പാറയിലേക്ക് നോക്കുമ്പോഴാണ് ആ മുറിയിലേക്ക് ഒരാളെ കടന്നു വന്ന ആഗതനെ കണ്ടതും ജിയാങ് ജിൻഫിങ് ചാടി എണീച്ചു. വന്നത് അയാളുടെ പിതാവാണ്. അച്ഛ എന്താ ഇവിടേക്ക്? ഏയ്, ഞാൻ ഇതുവഴി വന്നപ്പോ നിന്റെ അടുത്തേക്ക് കയറിയതേ ഉള്ളൂ. അച്ഛ അങ്ങനെ വെറുതെ വരില്ലെന്ന് എനിക്കറിയാം. എന്ത് പറ്റിയെന്ന് പറ അച്ഛ. ഏയ്, വേറൊന്നുമില്ല. ഞാനിങ്ങനെ നമ്മുടെ ഈ സിസ്റ്റത്തെ കുറിച്ചൊക്കെ ഒന്ന് ആലോചിക്കുകയായിരുന്നു. മാർഷൽ ആർട്സ് മേഖലയിൽ പുതിയ ജീനിയസുകൾ ഉണ്ടായി വരികയല്ലേ. അവര് എങ്ങനെ ഉണ്ടെന്നും അവരുടെ വളർച്ച എങ്ങനെ ഉണ്ടെന്നൊക്കെ ഞങ്ങൾ ഈ സീനിയേഴ്സ് പലപ്പോഴും ചർച്ച ചെയ്യാറുണ്ട്. ഞാൻ എപ്പോഴും നിന്നെക്കുറിച്ച് അഭിമാനത്തോടെ എന്റെ കൂട്ടുകാരോടൊക്കെ സംസാരിക്കാറുണ്ട്. ഇന്നും ആ സംസാരം ഉണ്ടായിരുന്നു. അവരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി. അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ആ മനുഷ്യൻ അങ്ങനെ പറയുമ്പോൾ അയാളുടെ മുഖത്ത് വല്ലാത്തൊരു സന്തോഷമുണ്ട്. ആ സന്തോഷം കണ്ടുകൊണ്ട് ജിയാങ് ജിൻഫിങ് പറഞ്ഞു, അച്ഛ, എന്നെക്കാൾ എത്രയോ ശക്തനാണ് എന്റെ ജ്യേഷ്ഠൻ. അത് പിന്നെ പറയാനുണ്ടോ? അതുകൊണ്ടല്ലേ അവൻ കാലങ്ങളായി കുൻലൻ മൗണ്ടനിൽ തന്നെ താമസിക്കുന്നത്. കുൻലൻ മൗണ്ടനകത്തേക്ക് പ്രവേശനം ലഭിക്കാൻ വലിയ പാടാണ്. അവിടേക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്ന ഒരു കക്ഷിയാണ് ഈ ജിയാങ് ജിൻഫിങ്ങിന്റെ ജ്യേഷ്ഠൻ. അങ്ങനെ ജിയാങ് ജിൻഫിങ്ങിന്റെ ജ്യേഷ്ഠനെ കുറിച്ച് ജിൻഫിങ്ങിന്റെ പിതാവ് പറഞ്ഞതും ജിൻഫിങ് അവന്റെ അച്ഛനോട് പറഞ്ഞു, അച്ഛ, ഞങ്ങൾ രണ്ടുപേരെക്കാൾ ശരിക്കും ശക്ത അല്ലെങ്കിൽ ജീനിയസ് റോങ് അല്ലേ? നീൽഗിരിയുടെ മാതാവാണ് റോങ്. അവളുടെ പേര് കേട്ടതും ആ പ്രായമുള്ള മനുഷ്യന്റെ മുഖം ഒന്ന് മങ്ങി. അയാള് ഏതാനും നിമിഷ നേരം നിശബ്ദനായി അങ്ങ് ആകാശത്തേക്ക് അങ്ങ് നോക്കി നിന്നിട്ട് ജിയാങ് ജിൻഫിങ്ങിനോട് പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്. ജിയാങ് റോങ് ആയിരുന്നു നമ്മുടെ കുടുംബത്തിലെ ജീനിയസ്. അവള് ചെറുപ്പകാലത്തിലെ മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്തിരുന്നെങ്കിൽ ഇനി ഹക്സിയിലെ നമ്പർ 1 അവൾ മാറിയനെ. എനിക്ക് അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ അവള് നമ്മളെല്ലാവരെയും ചതിച്ചില്ലേ? അവള് ആ ചെറുപ്പക്കാരനോടൊപ്പം ഓടിപ്പോയി നമ്മളെ അപമാനിച്ചില്ലേ? എന്നിട്ടോ അവളൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുകയും ചെയ്തു, ഒരു യൂസ്ലെസ്സിന്. അതോടുകൂടി എനിക്ക് അവളിലുണ്ടായിരുന്ന സകല പ്രതീക്ഷയും പോയി.
ഇത്രയും കാര്യങ്ങൾ ആ വൃദ്ധനായ മനുഷ്യൻ പറയുമ്പോഴേക്കും അവിടേക്ക് ഒരാള് കയറി വന്നു. അയാൾ യഥാർത്ഥത്തിൽ ആ ഓൾഡ് മാസ്റ്ററെ കണ്ടിരുന്നില്ല. വന്ന ആള് ഓടി ജെൻഫിങ്ങിന്റെ മുന്നിലെത്തി അദ്ദേഹത്തോട് പറഞ്ഞു, യങ് മാസ്റ്റർ, ഒരു സംഭവം ഉണ്ടായി. എന്താ യങ് മാസ്റ്റർ? ആ നീൽഗ്രി എന്ന് കേട്ടതും ആ ഓൾഡ് മാസ്റ്റർ ഒന്ന് തിരിഞ്ഞു. അയാളുടെ ചെറുമകന്റെ പേരാണല്ലോ നീൽഗ്രി. 8 കൊല്ലങ്ങൾക്ക് മുമ്പ് അവിടെ ആ ക്ലൗഡ് ലേക്ക് മാനറിൽ നടന്ന ആ സംഭവത്തിന് ശേഷം അവനെ ആരും കണ്ടിട്ടില്ല. ആ നദിയിൽ വീണ് അവൻ കടലിലേക്ക് ഒഴുകിപ്പോയെന്നാണ് അയാള് അവസാനമായി കേട്ടത്. പെട്ടെന്ന് നീൽഗിരിയുടെ പേര് കേട്ടതും ആ മനുഷ്യൻ തിരിഞ്ഞതും ആ അകത്തേക്ക് വന്ന ആള് ഓൾഡ് മാസ്റ്ററെ കണ്ടു. അവൻ ആ ഓൾഡ് മാസ്റ്റർ സാന്നിധ്യം അവിടെ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ് സത്യം. ഓൾഡ് മാസ്റ്റർ, ഞാൻ അറിയാതെ. സാരമില്ല, നീ എന്താ പറയാൻ വന്നത്? അങ്ങനെ ഓൾഡ് മാസ്റ്റർ ചോദിച്ചതും അവൻ എന്തോ പറയാൻ പോയതും അവനെ തടുത്തുകൊണ്ട് ജെൻഫിങ് അവന്റെ പിതാവിനോട് പറഞ്ഞു, അച്ഛാ, അത് പിന്നെ വേറൊന്നുമല്ല. 8 കൊല്ലങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയെന്ന് നമ്മൾ കരുതിയ ആ നീല് യഥാർത്ഥത്തിൽ മരിച്ചിരുന്നില്ല. അവൻ എങ്ങനെയോ ഒരു മാർഷൽ ആർട്ടിസ്റ്റായി മാറി ഇപ്പോ റിവർ സിറ്റിയിൽ അത്യാവശ്യം ശക്തനായി മാറിയിരിക്കുകയാണ്. അവൻ അവിടെ ജെങ്ങൻ മാർഷൽ ആർട്സ് അസോസിയേഷൻ പ്രസിഡന്റ് ടെങ് ആവോയുമായി ഒന്ന് ഉടക്കിയിരിക്കുകയാണ്. ഇന്ന് ടെങ് ആവോയുടെ ബർത്ത്ഡേ ആണ്. ആ ബർത്ത്ഡേ പാർട്ടി കഴിയുമ്പോൾ നീലിനെ അവർ കൊല്ലുമെന്നാണ് ഞാൻ അറിഞ്ഞത്. അത് കേട്ടതും ആ ഓൾഡ് മാസ്റ്റർ ഒന്ന് എണീറ്റു. ഇത്രയേ ഉള്ളോ? അവൻ പണ്ടേ യൂസ്ലെസ് ആയിരുന്നു. അവൻ തിരിച്ചു വന്നു കേട്ടപ്പോൾ ഞാൻ കരുതി അവൻ ശക്തനായി കാണുമെന്ന്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ഓൾഡ് മാസ്റ്റർ അവിടുന്ന് പുറത്തേക്ക് നടക്കുമ്പോൾ ജിൻഫിങ്ങിനോടായി അവിടെ എത്തിയ ആ മനുഷ്യൻ പറഞ്ഞു, യങ് മാസ്റ്റർ, അങ്ങനെ അല്ല. ടാങ് ആവോയെ നീൽഗിരി കൊന്നു. ഓൾഡ് മാസ്റ്റർ ജിയാങ് നടന്ന് ആ വാതിലിന്റെ അടുത്ത് എത്താറായപ്പോഴാണ് ആ ഡയലോഗ് അയാൾ കേട്ടത്. അത് കേട്ടതും അയാള് തിരിഞ്ഞ് ആ മനുഷ്യനോട് പറഞ്ഞു, നീ എന്താ പറഞ്ഞേ? നീൽ ടാങ് ആവോയെ കൊന്നോ? അതേ ഓൾഡ് മാസ്റ്റർ, അതാ സംഭവിച്ചത്. ശരി, എന്താ സംഭവിച്ചത്? നീ വ്യക്തമായി പറ. ടാങ് ആവോയുടെ ജന്മദിന പാർട്ടിയിൽ പങ്കെടുക്കാൻ പോയിരുന്ന വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ഇപ്പൊ അവിടെ എത്തിയിരിക്കുന്നത്. അയാള് മനഃപൂർവ്വം ആ പാർട്ടിയിൽ പങ്കെടുക്കാൻ ചെന്നതാണ്. നീൽഗിരി ഈ ജിയാങ് കുടുംബത്തിന്റെ ബാലൻസ് ആണല്ലോ. ജിയാങ് കുടുംബത്തിലെ ഏക പെൺതിരിയായ ജിയാങ് റോങ്ങിന്റെ ഏക മകനായ ആ നീൽഗിരി മടങ്ങി വന്ന വിവരമറിഞ്ഞ ജിയാങ് കുടുംബം അവൻ ശക്തനാണെന്ന് അറിയാനായി അവനെ നിരീക്ഷിക്കാനായി അയാളെ പറഞ്ഞു വിട്ടതാണ്. അയാൾ അവിടെ കണ്ട കാഴ്ചകൾ അതുപോലെ തന്നെ അയാൾ ആ ഓൾഡ് മാസ്റ്ററോടും യങ് മാസ്റ്ററോടും പറഞ്ഞു. കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ ആ യങ് മാസ്റ്ററുടെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടാവുകയാണ്. തന്റെ അനന്തരവൻ കൊള്ളാം. ഏകദേശം ഹക്സിയിലെ 100th റാങ്കുകാരന്റെ ഒരു ശക്തി അവൻ കാണിക്കുന്നുണ്ട്. ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ലിസ്റ്റിൽ 100ാം റാങ്ക് വരെ അവൻ എത്തിയെന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. അച്ഛാ, നീലിപ്പോ ഹക്സിയിലെ ഒരു 100th റാങ്കുകാരന്റെ ഒരു പവർ ഉണ്ടെന്നാ തോന്നുന്നത്. അതുകൊണ്ടെന്ത് കാര്യം? അവനൊരു 10th റാങ്കിനകത്ത് എത്തുകയാണെങ്കിൽ നീ എന്നോട് അവനെ കുറിച്ച് പറ. അങ്ങനെ പറഞ്ഞിട്ട് ആ ഓൾഡ് മാസ്റ്റർ ആ മുറിയിൽ നിന്ന് അങ്ങ് പുറത്തേക്ക് നടക്കുകയാണ്. ശരിക്കും പുറത്തേക്ക് നടക്കുന്ന സമയത്ത് ആ ഓൾഡ് മാസ്റ്റർ മനസ്സിൽ കടൽ പോലെ പല ഓർമ്മകളും കടന്നു വരികയാണ്. അയാൾക്ക് ഏറെ ഇഷ്ടമുണ്ടായിരുന്ന അയാളുടെ മകള് അയാളെ വിട്ടിട്ട് ആ ആർതർ ഗ്രീക്കൊപ്പം ഒളിച്ചോടിയപ്പോൾ നഷ്ടമായത് അയാളുടെ ഒരുപാട് സ്വപ്നങ്ങളാണ്. അയാളുടെ മകളെ കുറിച്ച് ഒരുപാട് സ്വപ്നം കണ്ടിരുന്നു. അവൾക്ക് ഈ മാർഷൽ ആർട്സുമായി ബന്ധമുള്ള ഏതെങ്കിലും കുടുംബത്തിലെ ആരെങ്കിലും കണ്ടെത്തി അവരോടൊപ്പം ഒളിച്ചോടിയിരുന്നെങ്കിൽ പോലും അയാൾക്ക് സങ്കടം വരില്ലായിരുന്നു. ഇത് മാർഷൽ ആർട്സുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരാളെ കണ്ടെത്തി അയാൾക്കൊപ്പം ഒളിച്ചോടുക, എന്നിട്ടോ ജനിച്ച പുത്രന് മാർഷൽ ആർട്സുമായി ഒരു ബന്ധവുമില്ലാതിരിക്കുക. അതുകൊണ്ടാണ് അവരുടെ കുടുംബത്തിന്റെ ആ ദുരന്തത്തെ ജയൻ കുടുംബത്തിനെ ബാധിക്കാതിരുന്നത്. ഇപ്പൊ പക്ഷേ ആ ചെറുമകൻ 100ാം റാങ്കിലേക്കൊക്കെ വളർന്നു കേട്ടപ്പോൾ ആ ഓൾഡ് മാസ്റ്ററുടെ മുഖത്ത് ഒരു പുഞ്ചിരി വരുന്നുണ്ട്. പക്ഷെ അയാൾ ആ പുഞ്ചിരി ആരും കാണാതെ മറച്ചു പിടിക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും രക്തബന്ധം വളരെ വലിയ സംഭവമാണ്. ഈ സംഭവ വികാസങ്ങളൊക്കെ ഇവിടെ അരങ്ങേറുമ്പോഴേക്കും അവിടെ നീലിന്റെ വസതിയിലേക്ക് ആ ഹിഡൻ ഡ്രാഗൺ ബിൽഡിങ്ങിൽ നിന്ന് സോന മടങ്ങി എത്തിക്കഴിഞ്ഞു. അവിടെ എത്തിയതും സോന നീലിനോട് പറഞ്ഞു, നീൽ, ഇവിടെ എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖമുണ്ടല്ലോ, അത് വേറെ ഒന്ന് തന്നെയാണ്. അവിടെ ഹിഡൻ ഡ്രാഗൺ ബിൽഡിങ്ങിൽ എങ്ങോട്ട് തിരിഞ്ഞാലും ഗാർഡുകൾ എനിക്കൊപ്പം ഉണ്ടാവും. എനിക്ക് നേരെ ശ്വാസം വിടാൻ പോലും പറ്റില്ല. അവൻ അടുത്ത് നിൽക്കും. എന്നെ സംരക്ഷിക്കാനാണ് അവർ നിൽക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷെ നീൽ, ഇവിടെ ഈ നമ്മൾ മാത്രമുള്ള ഈ ലോകം, അതാണ് ഈ ഭൂമിയിലെ സ്വർഗം. സോന അത് പറയുമ്പോഴേക്കും നീല് സോനയെ ചേർത്തങ്ങ് പിടിക്കുകയാണ്. ശരിക്കും അവർ രണ്ടുപേരും ഏതാണ്ട് ഒരേ മൈൻഡ് സെറ്റ് ഉള്ളവരാണ്. അധികം ഡെക്കറേഷൻസ് ഒന്നും ഇല്ലാത്ത ഒരു ലൈഫാണ് അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടം. പിറ്റേന്ന് രാവിലെ കൃത്യം 10 മണിയായപ്പോൾ നീല് ഷൂ കുടുംബത്തിലെത്തി. നീലിനെ കാത്തു നിൽക്കുകയാണ് യാനിമ. നീലിനെ കണ്ടതും യാനിമ നീലുമായി നേരെ പോയത് അവളുടെ ബെഡ്റൂമിലേക്കാണ്. ഛേ, ഇവളെന്തിനാ എന്നെ ഇവിടെ ബെഡ്റൂമിലേക്ക് വിളിച്ചുകൊണ്ട് വരുന്നത്? അങ്ങനെ ഒരു ചിന്ത
നീലിന്റെ മനസ്സിലുണ്ടായതും യാനിമ നീലിനോട് പറഞ്ഞു, പ്ലീസ് ഈ സ്ഥലം കണ്ട് തെറ്റിദ്ധരിക്കരുത്, ഇത് ഞങ്ങളുടെ ഒരു രഹസ്യ സ്ഥലമാണ്. അങ്ങനെ പറഞ്ഞ് അവള് നീലുമായി ആ ബെഡ്റൂമിലുള്ള ഒരു ടൈലിന്റെ അടുത്തെത്തിയിട്ട് ആ ടൈലിൽ 3 തവണ കൊട്ടി. 3 തവണ ആ ടൈലിൽ നിന്ന് കൊട്ടിയതും ആ ടൈല് പതുക്കെ മാറി. ഒരു വശത്തേക്ക് ആ ടൈല് മാറിയതും അവിടെ വേറൊരു ടൈല് കാണുകയാണ്. ആ ടൈല് കൃത്യമായിട്ടും ഒരു ടച്ച് സ്ക്രീനാണ്. അവൾ ആ ടച്ച് സ്ക്രീനിൽ കാണുന്ന സംവിധാനത്തിലേക്ക് നോക്കിയിട്ട് അതിനകത്ത് ചില കാര്യങ്ങളൊക്കെ ചെയ്തു. അവളൊരു കോഡ് ടൈപ്പ് ചെയ്യാണ്. ആ കോഡ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞതും ആ ടച്ച് സ്ക്രീൻ അവിടെ നിന്ന് അപ്രത്യക്ഷമായതും അവിടെ ഒരു ചെറിയ ഡോറ് പ്രത്യക്ഷപ്പെടുകയാണ്. ആ ഡോറ് യഥാർത്ഥത്തിൽ താഴേക്കുള്ള ഒരു വഴിയാണ്. യാനിമയും നീലും കൂടി ആ ഡോറ് വഴി താഴേക്കിറങ്ങി. താഴെ ഇറങ്ങി എത്തിയപ്പോൾ ഒരു കോറിഡോറാണ്. ആ കോറിഡോറിലൂടെ അവര് ചെന്ന് കയറിയത് ഒരു ആയുധ ശേഖരത്തിലേക്കാണ്. ഇഷ്ടംപോലെ ആയുധങ്ങൾ അവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. ആ ആയുധങ്ങളുള്ള മുറിയിലേക്ക് കയറിയ ആ നിമിഷത്തിൽ നീലിന്റെ കൈവശം ഉണ്ടായിരുന്ന ആ ഡ്രാഗൺ സോഡ് നീലിന്റെ കയ്യിൽ നിന്ന് അങ്ങ് പറന്ന് പൊങ്ങുകയാണ്. ശരിക്കും ആ സോഡ് നീലിന്റെ കയ്യിൽ നിന്ന് പറന്ന് പൊങ്ങി യാനിമയ്ക്കും നീലിന് മുന്നിലായി വായുവിൽ അങ്ങനെ നിൽക്കുമ്പോൾ അവിടെ തൂക്കിയിട്ടിരിക്കുന്ന വാളുകളൊക്കെ അവയ്ക്ക് ജീവനുണ്ടെന്ന ശൈലിയിൽ ഒന്ന് അനങ്ങുകയാണ്. ശരിക്കും ആ വാളുകളെല്ലാം തന്നെ ഈ ഡ്രാഗൺ സോഡിന് മുന്നിൽ നമസ്കരിക്കുകയാണെന്ന് ആ കാഴ്ച കാണുന്ന ആർക്ക് മനസ്സിലാവും. അവര് കീഴടങ്ങുകയാണ്, സബ്മിറ്റ് ചെയ്യാണ്. അവര് ആ വാളിന് മുന്നിൽ സാഷ്ടാംഗം സമർപ്പിക്കുന്നു എന്ന് പറയാം. നീലും യാനിമയും അമ്പരപ്പൊടിയാണ് ആ കാഴ്ച കണ്ടത്. നീൽ പെട്ടെന്ന് ആ വാളിന് പിടിക്കാനായി കൈ നീട്ടിയപ്പോൾ ആ വാള് പിടിതരുന്നില്ല. നീലുടൻ നീലിന്റെ ഡാൻറ്റെയിനിൽ നിന്ന് ട്രൂ എനർജി ആ കയ്യിലേക്ക് കേന്ദ്രീകരിച്ച് ഒറ്റ പിടിക്ക് ആ വാളങ്ങ് പിടിച്ചു. ആ വാള് നീലിന്റെ കയ്യിൽ അടങ്ങി നിൽക്കുന്നില്ല. നീല് ആ വാളിനെ അങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ യാനിമ നീലിനെ കൊണ്ട് മുന്നോട്ട് നടന്നു. അവര് നടന്നെത്തിയത് അനവധി വാതിലുകളുള്ള ഒരു ഹാളിലേക്കാണ്. ആ ഹാളിലേക്ക് അവര് കടന്നതും നീലിന്റെ കയ്യിലിരുന്ന ആ വാള് പെട്ടെന്ന് നീലിന്റെ കയ്യിൽ നിന്ന് അങ്ങ് വെട്ടിമാറി. നീലിന്റെ കയ്യിൽ നിന്ന് വെട്ടിമാറിയ ആ വാള് പറന്നുപോയി അവിടെയുള്ള ഒരു വലിയ ടേബിളിന് മുകളിലേക്ക് ചെന്ന് വീഴുകയാണ്. ആ ടേബിളിന് മുകളിൽ ഒരു കൂറ്റൻ പാറ ഇരിപ്പുണ്ട്. ആ പാറയുടെ മുകളിലേക്കാണ് ആ വാള് ചെന്ന് വീണത്. ശരിക്കും ആ പാറയെ ആ വാള് ആലിംഗനം ചെയ്തതുപോലെ ഒരു തോന്നൽ. അത് കണ്ടതും യാനിമ നീലിനോട് പറഞ്ഞു, നീൽ, ആ പാറയിൽ നിന്നാണ് ആ വാള് ഉണ്ടാക്കിയെടുത്തത്. അത് അതിന്റെ അസ്തിത്വം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. നീലിനെയും ആ കാഴ്ച അതിശയപ്പെടുത്തിയെന്ന് പറയാം. നീല് ആ കാഴ്ചയിലേക്ക് നോക്കുമ്പോൾ യാനിമ നീലിനോട് ചോദിച്ചു, നീൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ യാനിമ, ഇവിടെ വെച്ച് തന്നെ എനിക്ക് ഈ വാളിനെ റീഫോർജ് ചെയ്തെടുക്കണം. വാളുണ്ടാക്കുന്ന ആ ഫോർജിങ് ടെക്നിക്ക് അറിയാവുന്ന ആൾക്ക് മാത്രമേ വാള് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ. വാളും ആയുധങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന ആളുകൾ ഇപ്പോഴും പല സ്ഥലത്തും ഉണ്ട്. കൊല്ലപ്പണിയൊക്കെ ചെയ്യുന്ന ആളുകൾ. അത് തന്നെ ഈ കൊല്ലപ്പണിക്കാർക്ക് എല്ലാവർക്കും ഡിവൈൻ ആയുധങ്ങൾ ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി കാണത്തില്ല. അത്തരം കപ്പാസിറ്റി ഉള്ള ആളുകൾ വളരെ വളരെ അപൂർവമാണ്. അങ്ങനെയുള്ള ഒരു സോഡ് സ്മിത്തിന് മാത്രമേ ഒരു സോഡ് ഉണ്ടാക്കാൻ പറ്റൂ. അത് യാനിമയ്ക്ക് അറിയാം. യാനിമ നീലിനൊന്ന് നോക്കിയിട്ട് കൈ ഒന്ന് ഞൊടിച്ചതും ഒരു വാതിൽ തുറന്ന് ഒരു മനുഷ്യൻ പുറത്തേക്ക് വന്നു. അയാളെ കണ്ടാൽ അറിയാം അയാളൊരു അടിപൊളി സോഡ് സ്മിത്ത് ആണ്. അയാൾ അടുത്തേക്ക് വന്നതും അയാളെ നീലിന് യാനിമ പരിചയപ്പെടുത്തി. ഇത് മിസ്റ്റർ ഹീമാനാണ്. ഞാൻ ക്യാപിറ്റലിൽ നിന്ന് മിസ്റ്റർ ഹീമാനെ ഇവിടേക്ക് കൊണ്ടുവന്നതാണ്. നീലിന്റെ വാള് റെഡിയാക്കാനാണ് ഞാൻ ഇദ്ദേഹത്തെ കൊണ്ടുവന്നത്. അത് കേട്ടതും നീല് പറഞ്ഞു, ഹേയ്, അത് വേണ്ട, എനിക്ക് സഹായികളൊന്നും വേണ്ട. നീൽ, നിങ്ങൾ എന്താ പറയുന്നത്? സഹായി വേണ്ടെന്നും? ഇത് സഹായിയായിട്ടല്ല, ഇദ്ദേഹമാണ് വാള് റീഫോർജ് ചെയ്യാൻ പോകുന്നത്. യാനിമ, ഹേ, അത് വേണ്ട, എന്റെ സോഡ് ഞാൻ തന്നെ ശരിയാക്കാം. ഹീമാനെ അവിടെ ക്ഷണിച്ചുകൊണ്ട് വന്ന യാനിമയും ക്ഷണം സ്വീകരിച്ച് അവിടെ എത്തിയ ഹീമാനും ആ വാക്കുകൾ വല്ലാത്തൊരു അമ്പരപ്പം ഉണ്ടാക്കിയത്. യാനിമയുടെ മൈൻഡ് സെറ്റ് അല്ല ഹീമാൻ. ഹീമാൻ ഈ ഹക്സിയിൽ അറിയപ്പെടുന്ന സോഡ് സ്മിത്ത് ആണ്. അയാൾക്ക് ഉണ്ടാക്കാൻ പറ്റാത്ത വാളുകൾ വേറൊരാൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അതാണ് സത്യം. ആ സാഹചര്യത്തിൽ അയാളെ അവോയ്ഡ് ചെയ്തുകൊണ്ട് ഈ ചെറുപ്പക്കാരൻ ആരെ ഉപയോഗിച്ച വാളുണ്ടാക്കാൻ പോകുന്നത്? കൗതുകത്തോടെ ഹീമാൻ നീലിനോട് ചോദിച്ചു, ഹേയ് യങ്മാൻ, പിന്നെ നിങ്ങൾക്ക് ആരാ വാളുണ്ടാക്കി തരിക? അത് ഞാൻ തന്നെ ഉണ്ടാക്കാം. നിങ്ങൾ തന്നെ ഉണ്ടാക്കാന്നോ? അതെ, ഞാൻ ഉണ്ടാക്കും. യാനിമ, ഞാൻ പറഞ്ഞ മെറ്റീരിയൽസ് ഒക്കെ റെഡിയല്ലേ? നീലിന്റെ ആ ചോദ്യങ്ങളൊക്കെ കേട്ടപ്പോ യാനിമയ്ക്ക് ഒരു അമ്പരപ്പ്. ഈ നീല് ഒരു മാർഷൽ ആർട്ടിസ്റ്റ് ആണ്. അത് അവൾക്ക് നന്നായിട്ട് അറിയാം. നീലിന് അത്യാവശ്യം വൈദ്യമൊക്കെ വഴങ്ങുമെന്ന് ഇന്നലെ അവള് ആ ഷെൻഹാരിയെ ചികിത്സിക്കുന്നത് കണ്ടപ്പോ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഇത് നീല് പറയുന്നു അവന് വാൾ ഉണ്ടാക്കാൻ അറിയാമെന്ന്. ഒരു കൊല്ലന്റെ പണി കൃത്യമായിട്ട് നീൽ അറിയാമെന്നാണ് നീല് പറയുന്നത്. പക്ഷെ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഡിവൈൻ സോഡാണ്. സ്പിരിച്വൽ എനർജി ശേഖരിച്ചിരിക്കുന്ന സോഡാണ് ഉണ്ടാക്കുന്നത്.
അങ്ങനെയുള്ള സോഡ് ഉണ്ടാക്കാൻ സാധാരണഗതിയിലുള്ള ആളുകൾക്ക് പറ്റത്തില്ല. സാധാരണ കൊല്ലന്മാർക്ക് ആർക്കും പറ്റില്ല. സാധാരണ ഈ ബ്ലാക്ക് സ്മിത്തുകൾക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ആയുധങ്ങൾക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. ഇതൊരു ഡിവൈൻ വെപ്പണാണ്. ആ വെപ്പൺ ഉണ്ടാക്കാൻ അതിന്റെ മർമ്മം പറഞ്ഞ ഒരാൾക്കേ പറ്റത്തുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ യാനിമയുടെ മനസ്സിലേക്ക് കടന്നു വരുന്നപ്പോൾ നീല് പറഞ്ഞു, യാനിമ എല്ലാ സാധനങ്ങളും റെഡിയാക്കുക, ഞാൻ ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യും. കൂടുതൽ സംസാരിച്ചുകൊണ്ട് കാര്യമില്ല എന്ന് മനസ്സിലായ യാനിമ ഉടൻ തന്നെ അനുബന്ധ സംവിധാനങ്ങളൊക്കെ അവിടെ അറേഞ്ച് ചെയ്ത് കൊടുത്തു. നീല് അതിവേഗം അയാളുടെ പരിപാടിയിലേക്ക് കടന്നു. നീലിന്റെ ആ വാളുണ്ടാക്കുന്ന പ്രക്രിയ കൗതുകത്തോടെ വീക്ഷിക്കുകയാണ് ഹീമാൻ. ഹീമാന്റെ മുഖത്ത് ഒരു പുച്ഛം തുടക്കത്തിലേ ഉണ്ട്. അയാള് ഒരുപാട് ആളുകളെ കാണുന്നതാണ്. ഒരു ഡിവൈൻ സോഡ് ഉണ്ടാക്കാൻ സാധാരണഗതിയിൽ ഒരാൾക്കും കഴിയില്ല എന്നുള്ള കാര്യം അയാൾക്കറിയാം. യാനിമയുടെ മനസ്സിലുള്ള ചിന്ത വേറൊന്നാണ്. അവളുടെ കുടുംബം 200 കൊല്ലങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയെടുത്ത ആ ഡിവൈൻ സോഡാണ് നീല് ഉപയോഗിക്കാൻ പോകുന്നത്. നീല് ഈ പ്രക്രിയയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ആ സോഡിന്റെ പഴയ രൂപങ്ങളിൽ തിരിച്ചു കിട്ടുമോ? അതാണ് യാനിമയെ അലട്ടുന്ന ചോദ്യം. എന്തായാലും നീല് ആ സോഡ് ഉണ്ടാക്കുന്ന പ്രക്രിയയിലേക്ക് കടന്നപ്പോൾ ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ആ രണ്ടുപേരുടെയും മൈൻഡ് സെറ്റിന് മാറ്റം ഉണ്ടാവുകയാണ്. നീല് ആ വലിയ കല്ലിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ആ വാളിനെ ഒന്ന് നോക്കിയതിനു ശേഷം നീലിന്റെ കൈ ഒന്ന് അനക്കിയതും ആ കല്ല് മുഴുവൻ ഒരു പ്രകാശത്തിൽ അങ്ങ് ലയിച്ചു. ശരിക്കും ആ പ്രകാശത്തിൽ അതിനെ ലയിപ്പിച്ച് നിർത്തിയതിനു ശേഷം ഫർണസ് ഓണാക്കി. ഈ മേശയുമായി കണക്ട് ചെയ്തുകൊണ്ട് ഒരു കൂറ്റൻ ഫർണസ് ഉണ്ട്. ആ ഫർണസിൽ നിന്ന് വന്ന ജ്വാല ആ ടേബിളിന്റെ മുകളിൽ ഇരിക്കുന്ന ആ കല്ലിനെയും വാളിനെയും ഒന്നിച്ച് വിഴുങ്ങിയാണ്. ആ കൂറ്റൻ ഫർണസിനകത്ത് ആ കല്ലും ആ വാളും അങ്ങനെ ജ്വലിച്ചു തുടങ്ങുമ്പോൾ നീല് ആ ടേബിളിന് ചുറ്റുമായി 6 കോർണറുകളായി 6 സ്റ്റോണുകൾ കൊണ്ടുവച്ചു. ഒരു പ്രത്യേകതയുള്ള 6 സ്റ്റോണുകളാണ് നീല് വെച്ചത്. നീല് ഒരു കളം അവിടെ ഒരുക്കുകയാണെന്ന് ആ കാഴ്ച കാണുന്ന യാനിമയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. നീലിന് ഈ സോഡ് സ്മിത്ത് പണി അറിയാമോ എന്ന് യാനിമയ്ക്ക് അറിയത്തുമില്ല. യാനിമയും അതുപോലെ ആ ഹീമാനും കൗതുകത്തോടെ ആ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ആ 6 കല്ലുകൾക്കും ഇടയിലുള്ള ആ കൂറ്റൻ കല്ലിൽ ഫർണസിൽ നിന്ന് ഉയരുന്ന ആ ജ്വാലയ്ക്കുള്ളിലേക്ക് നീല് തന്റെ 2 കൈ ഉയർത്തി. ആ സമയത്ത് നീലിന്റെ കയ്യിൽ നിന്ന് ഒരു നീല പ്രകാശം വളരെ നേർത്ത അളവിൽ ആ ഫർണസിന്റെ മുകളിലുള്ള ആ പാറയിലേക്ക് അങ്ങനെ വീഴുകയാണ്. പാറയിലേക്ക് ആ നീല പ്രകാശം വീണതും താഴെയുള്ള പാറയുടെ സ്വഭാവം മാറുകയാണ്. അത് വേഗം ചൂടാവും പോലെ അതിന്റെ ചൂടാകുന്ന പ്രക്രിയ അങ്ങ് കൂടി. നീലിന്റെ കയ്യിൽ നിന്ന് നേർത്ത പ്രകാശമാണ് താഴേക്ക് വീഴുന്നത്. മാർഷൽ ആർട്ടിസ്റ്റുകളെ ഒരുപാട് കണ്ടിട്ടുള്ള യാനിമയ്ക്ക് ആ പ്രകാശം എന്താണെന്ന് അറിയാം. നീല് തന്റെ ശരീരത്തിലെ ട്രൂ എനർജി പ്രകാശമാക്കി ആ താഴെയുള്ള ആ പാറയിലേക്കും വാളിലേക്കും പതുക്കെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 1 മണിക്കൂർ നീൽ അങ്ങനെ നിന്ന് കാണും. ഇതിനിടയിൽ ആ മേശയ്ക്ക് ചുറ്റും ഒരു പുകപടലമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അകത്ത് നടക്കുന്ന കാര്യം എന്താണെന്ന് കൃത്യമായിട്ട് യാനിമയ്ക്കും അതുപോലെ ആ ഹീമാനും മനസ്സിലാകുന്നില്ല. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നീല് വെച്ചിരുന്ന ആ 6 കല്ലുകളിൽ നിന്നും ഒരു പ്രത്യേക പ്രകാശം ജ്വലിക്കുന്നതും ആ പ്രകാശത്തിന്റെ ദിശ നടുക്കുള്ള ആ കല്ലിന്റെ ഭാഗത്തേക്ക് ആകുന്നതും അവർ കണ്ടു. ഒരു തരത്തിലുള്ള ഫോർമേഷൻ ടെക്നിക്കാണ് അവിടെ ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടതെന്ന് ആ 6 ഒന്നിച്ച് ജ്വലിക്കുന്ന കണ്ടപ്പോൾ യാനിമയ്ക്കും അതുപോലെ ഹീമാനും തോന്നിയെങ്കിലും ഏകദേശം 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ സംഭവങ്ങളൊക്കെ കെട്ടടങ്ങുമ്പോൾ അവര് ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കണ്ടു. നേരത്തെ ആ പാറപ്പുറത്ത് പറ്റിപ്പിടിച്ചിരുന്ന ആ വാള് ഇപ്പോ ബ്രോക്കൺ സോഡല്ല, ഒരു ഫുൾ സോഡാണ്. ആ പാറ എപ്പോ എങ്ങനെ ആ വാളായി രൂപപ്പെട്ടു എന്ന് ചോദിച്ചാൽ അവർക്കറിയില്ല. കാരണം ആ എൻ്റെ മേഖലയും ഏതാണ്ട് പൊടി കൊണ്ട് മങ്ങപ്പെട്ടിരുന്നു. ആ പാറ പൊട്ടി തകർന്ന് അലയുന്നതൊക്കെ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. പക്ഷെ അതെങ്ങനെ ഈ വാളായി മാറിയെന്ന് ചോദിച്ചാൽ അത് മാത്രമാണ് അവർക്ക് അറിഞ്ഞുകൂടാത്തത്. ലിയോൺ ഡാന്റിന്റെ ശേഖരത്തിൽ നിന്ന് നീല് പഠിച്ചെടുത്ത ആ സോഡ് ഉണ്ടാക്കുന്ന ടെക്നിക്ക് നീല് ആദ്യമായി ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കിയത് ഇപ്പോൾ അവിടെയാണ്. പക്ഷെ ഈ നിമിഷത്തിൽ ആ സോഡിലേക്ക് ആകാശത്ത് നിന്ന് ഒരു പ്രകാശം അങ്ങനെ വന്നു വീണു. ശരിക്കും ഒരു സോഡ് ലൈറ്റ് താഴ്ന്ന് മുകളിലേക്ക് പോയെന്ന് പറയാം. പ്രകാശത്തിന്റെ തൂണ് അങ്ങനെ ഉയർന്നു നിൽക്കുന്നത് അങ്ങ് വിദൂരതയിൽ ക്യാപിറ്റൽ സാക്ഷൽ ജിയാങ് കുടുംബത്തിലെ ജിയാങ് റോങ്ങിന്റെ പിതാവും കാണുകയാണ്. അയാളുടെ കൂടെ വേറെയും ആളുകളുണ്ട്. ആ സീനിയേഴ്സ് ഒക്കെ അമ്പരപ്പോടെ ആകാശത്ത് കാണുന്ന ആ പ്രകാശ തൂണിലേക്ക് നോക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, അതിശക്തനായ ഒരു യോദ്ധാവ് സൗത്തിൽ ഉദയം കൊണ്ടിരിക്കുകയാണ്. അയാള് നാളെ ഈ ഹക്സിയുടെ ചരിത്രം തിരുത്തി കുറിക്കും. ഈ സമയത്ത് ഇവിടെ ആ ഹോ കുടുംബത്തിൽ ആ പ്രകാശ ബീം കണ്ട ഹു യാനിമ അവിടെ മുത്തശ്ശൻ പറഞ്ഞ ആ വാചകം ഓർത്തെടുക്കുകയാണ്. ആകാശത്തേക്ക് ഈ സോഡിൽ നിന്ന് ഒരു പ്രകാശം ഉയർന്നു പോകുമ്പോൾ നമ്മൾ അറിയണം ചക്രവർത്തി പ്രത്യക്ഷപ്പെട്ടുവെന്ന്. ചക്രവർത്തി പുനരവതരിക്കുമ്പോൾ ആ ഡിവൈൻ സോഡിൽ നിന്ന് ഒരു പ്രകാശം ആകാശത്തേക്ക് കുതിച്ചുയരുമെന്ന് ഈ ഹു കുടുംബത്തിൽ
കാലങ്ങളായി കേൾക്കുന്ന കഥയാണ്. ആ കഥ ഹൂ കുടുംബത്തിലെ ആളുകൾ ആദ്യമായി കേൾക്കുന്നത് 200 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. 200 കൊല്ലങ്ങൾക്ക് ശേഷം ഈ ദിവസം ഏകദേശം ഉച്ച കഴിഞ്ഞപ്പോൾ ഹൂ കുടുംബത്തിലെ അനന്തരാവകാശിയായ ഹൂ യാനിമ അവളുടെ കണ്ണുകൾ കൊണ്ട് കാണുകയാണ്. അവളുടെ ഗ്രാൻഡ് മുത്തശ്ശൻ ഉണ്ടാക്കിയ ആ സോഡ് പുനർജീവിച്ചിരിക്കുന്നു. ആ സോഡിൽ നിന്ന് ഒരു പ്രകാശം ആകാശത്തേക്ക് പൊങ്ങി വരുമ്പോൾ ആ സോഡിനടുത്ത് നിൽക്കുന്ന ആ ചെറുപ്പക്കാരനെ തന്നെ നിർനിമിഷയായി നോക്കി നിന്നു പോവുകയാണ് ഷൂ യാനിമ. അവിടെ മുത്തശ്ശൻ പറഞ്ഞ ആ ചക്രവർത്തി ഇനി നീലാണോ? കഥയുടെ ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ഇതുവരെ നീൽഗിരിയുടെ കഥ യങ് മാസ്റ്ററിന്റെ കഥയിലൂടെ പറഞ്ഞത് സ്റ്റോറി ടെല്ലറിൽ നിന്നും BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.